ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ടിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ 2025 രണ്ടാമത്തെ ആനുവൽ പ്രഡിക്ഷൻ റീഡിംഗ് അല്ലെങ്കിൽ ആനുവൽ ഗൈഡൻസ് റീഡിംഗ് ആണ്. പ്രഡിക്ഷൻ എന്ന വാക്കിനേക്കാൾ കൂടുതൽ ഗൈഡൻസ് എന്ന വാക്ക് പ്രിഫർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ കരിയർ എങ്ങനെയായിരിക്കും, ഈ ഒരു വർഷം നിങ്ങളുടെ കരിയറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് 3 ഗ്രൂപ്പ് ചൂസ് ചെയ്യാം. അതിനായിട്ട് 3 ചാംസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 3 ഗ്രൂപ്പിൻ്റെയും ടൈം സ്റ്റാമ്പ്സ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. അതുപോലെ ഈ ഒരു എന്താ പറയുക, ഓരോ നിങ്ങൾ ഗ്രൂപ്പ് എപ്പോഴും ഇൻഡ്യൂട്ടീവ്ലി സെലക്ട് ചെയ്യുക. പെട്ടെന്ന് കണക്ഷൻ പോയി എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പോയി എന്താണെന്നറിയില്ല. അപ്പോൾ നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ എന്നത്തെയും പോലെ ഞാൻ പറയുന്നു, നിങ്ങൾ 2 ഗ്രൂപ്പിലെയും മെസ്സേജുകൾ കേൾക്കുക. അതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന മെസ്സേജസ് നിങ്ങൾ സ്വീകരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതവുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന മെസ്സേജസ് നിങ്ങൾ സ്വീകരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ഇനി നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് ഒന്നില്ലെങ്കിൽ ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഇതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് സെക്ഷനിലും ഞാനത് പ്രൊവൈഡ് ചെയ്യാൻ ഒരു പിൻഡ് കമൻറ്റായിട്ട് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ ഊഴമാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ പോസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി സെലക്ട് ചെയ്യാം. ഹലോ ഗ്രൂപ്പ് 1, നിങ്ങൾ ഈ ഒരു പൂവാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങളുടെ 2025 കരിയർ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഇതിൽ ഇപ്പോൾ ലവ് റീഡിങ്ങിൽ ചെയ്ത പോലെ ഒരു 4 സബ്സെക്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ളവർക്ക്. ഓക്കെ, നിങ്ങൾ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ട് നിങ്ങളിപ്പോഴും ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ജോലി ഇല്ലാതെ സ്ഥിരം ജോലിക്കായി ശ്രമിക്കുന്ന എല്ലാവരും ഈ അൺഎംപ്ലോയ്ഡ് സെക്ഷനിൽ വരുന്നുണ്ട്. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എംപ്ലോയ്ഡ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ജോലി ഉള്ളവർ. ഓക്കെ, മൂന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി നോക്കുന്നവർ തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ജോലി ഉള്ളവരോ ജോലി നോക്കുന്നവരോ പ്രത്യേകിച്ച് വിദേശത്തേക്ക് ജോലി നോക്കുന്നവർ. ഓക്കെ, വിദേശത്ത് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറി ഉണ്ടാവുമല്ലോ, അവർ ജോലി ഉള്ളവർ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവരായിരിക്കാം. അപ്പോൾ അവർക്കുള്ളതാണ് മൂന്നാമത്തെ കാറ്റഗറി. അപ്പോൾ അതൊരു എന്താ പറയുക, അബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ്. ഇനി നാലാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യുന്നവരും ബിസിനസ് ഈ വർഷം തുടങ്ങാനിരിക്കുന്നവരും നിങ്ങൾക്കൊക്കെയുള്ള ഗൈഡൻസ് ആണ് നാലാമത്തെ സെക്ഷനിൽ നമ്മൾ പറയാം. ഓരോ ഗ്രൂപ്പിനും ഓരോ സെക്ഷനും ഗൈഡൻസും സെപ്പറേറ്റ് ആയിട്ട് നൽകുന്നതാണ്. ഓക്കെ, എന്നിട്ട് ജനറലി നമ്മൾ ക്യാപ്സ്യൂൾ ഗ്ലൂസും എടുക്കുന്നതാണ് എല്ലാ റീഡിങ്ങിൻ്റെയും അവസാനം എപ്പോഴത്തെയും പോലെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ തുടങ്ങുന്നത് അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ളവർക്ക് ഉള്ള റീഡിംഗ് ആണ്. അപ്പോൾ ഗ്രൂപ്പ് 1 അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള കളക്റ്റീവ്സ്, അവർക്ക് ഈ 2025 അവരുടെ കരിയറിൽ അവരിപ്പോൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാമോ? എന്താണ് അവരുടെ കരിയറിൻ്റെ എനർജി, അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫ് സംബന്ധിച്ചൊരു എനർജി? ഓക്കെ, ആദ്യമേ കാണുന്നത് നിങ്ങൾ കുറച്ചൊരു നിങ്ങളുടെ എന്താ പറയുക, ഒരു വളരെ ഇപ്പോഴത്തെ നിങ്ങളൊരു സ്ട്രഗ്ലിങ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞല്ലോ. ഈ വർഷം നിങ്ങൾ ആ സ്ട്രഗ്ലിങ് സ്റ്റേജിൽ നിന്ന് എന്തായാലും പുറത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറുന്നു എന്ന് ഞാൻ എടുത്ത് കാണുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത്, അതായത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങളൊരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നു, അതിനായിട്ട് നിങ്ങളെ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ അത് എന്താ പറയുക വരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ആക്ഷൻസ് എടുത്തിട്ടുണ്ട്, നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആണ് അതിലെന്നാണ് ഞാൻ കാണുന്നത്. ഒരു എന്താ പറയുക, എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് അതിൽ എനിക്ക് മടുത്ത് തുടങ്ങിയിട്ടുണ്ട് ആക്ച്വലി. ഓക്കെ, ആ ജോലിക്കായിട്ട് ശ്രമിച്ച് മടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു യെസ്, കുറച്ചൊരു കാലതാമസം ഉണ്ടാവും. ഓക്കെ, ഒരുപാട് നല്ല പറയണേ, പക്ഷേ ഈ വർഷം തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി കിട്ടി, നിങ്ങൾ ആ ഒരു കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഷിഫ്റ്റ് അത് നടക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കുന്നതിൽ കുറച്ചൊരു കാലതാമസം, കുറച്ചൊരു വെയിറ്റിംഗ് ഉണ്ടാവും. പെട്ടെന്ന് ആയിരിക്കും എന്ന് കാണുന്നില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് എന്താ പറയുക, എത്ര മടുപ്പ് തോന്നില്ല, മതി ഇത് നോക്കി മതി, ഇനി എന്തോരം വെച്ചിട്ടാണ് ഇതിനു വേണ്ടി ശ്രമിക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾ ഇതിനെ ഉപേക്ഷിക്കരുതെന്ന് പറയണു. നിങ്ങൾ ആ മാനിഫെസ്റ്റ് ചെയ്യുന്നത് പോലെ, വിഷ്വലൈസ് ചെയ്യുന്നത് പോലെ, എഫേം ചെയ്യുന്നത് പോലെ അതൊക്കെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവൽ
കരിയറിൽ നിങ്ങൾ ഏത് ജോലി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ എന്ത് പൊസിഷനിൽ എത്താൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് ഈ വർഷം തന്നെ ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് നടക്കുന്നുണ്ട്. നിങ്ങൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ ഹാർഡ് വർക്കിലോ നിങ്ങളുടെ ആ ഒരു നിങ്ങളെടുക്കുന്ന ആക്ഷൻസിലോ യാതൊരു തരത്തിലുള്ള പാടില്ല, അത് വിട്ടുകളയാൻ പാടില്ല. ഓക്കെ, അത് വേണ്ടാന്ന് വെക്കരുത്. അതുപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിരിക്കാനും പറയുന്നുണ്ട് യൂണിവേഴ്സ്. ഇനി നിങ്ങൾക്ക് ഉള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഈ ഒരു അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ളവരോട് പറയാനുള്ളത്, അവരെന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇത് തന്നെയാണ് ഫസ്റ്റത്തെ നെഗറ്റീവ് ഇമോഷൻസ്. ഓക്കെ, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അതൊക്കെ പാടി ഒഴിവാക്കുക. പിന്നെ നിങ്ങൾക്ക് എന്നെക്കൊണ്ട് അത് പറ്റില്ല, എന്നെക്കൊണ്ട് ഇത് പറ്റില്ല, എനിക്ക് ഈ ഒരു ഓഫർ എനിക്ക് ശരിയാവില്ല, ഞാൻ അതിന് റെഡിയല്ല, ഇങ്ങനത്തെ ചിന്തകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കണം എന്ന് പറയുന്നു. നിങ്ങളാണ് അതിൽ തീരുമാനിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും അവസരങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുക, നിങ്ങളാണ് അതിൽ ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയുന്നു. ഒരുപാട് നാളെന്നല്ല പറയുന്നത്, ഇപ്പോൾ 2 മാസത്തിന് ശേഷമൊക്കെ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം കണ്ടു തുടങ്ങും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു വർഷത്തിൽ തന്നെ, പക്ഷേ തുടക്കത്തിലാണ്, ജാനുവരിയിൽ തന്നെ മാറ്റം അങ്ങനെയല്ല, ഒരു 2 മാസം കഴിയുമ്പോഴേക്കും മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് കിട്ടുന്നത്. സ്ട്രോങ് ആയിട്ട് അങ്ങനെ ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. ഓക്കെ, യെസ്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബിഹേവിയർ, നിങ്ങളുടെ ലൈഫ് ഒന്ന് ഓർഗനൈസ്ഡ് ആയിരിക്കാൻ പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടിയാൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കും, നിങ്ങൾ എത്ര മണിക്ക് എഴുന്നേൽക്കും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, അതൊക്കെ നിങ്ങൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ആ ജോലി 9 to 5 ടൈം ആയ സമയത്ത് നിങ്ങൾ ജോലിക്കായി പരിശ്രമിക്കുക, ജോലിയുടെ കാര്യങ്ങൾ നോക്കുക, ഇടയിൽ വിശ്രമിക്കുക, അതൊക്കെ ചെയ്യുക. പക്ഷേ ആ ഒരു 9 to 5 മുൻപ്, ജോലിക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ നിങ്ങൾ ഇപ്പോഴേ ചെയ്ത് അങ്ങനെ തന്നെ അത് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നു, അത് ഇപ്പോഴേ ശീലിക്കാൻ പറയുന്നു, ആ ഒരു ജീവിതശൈലി. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു അവസരങ്ങൾ നിങ്ങൾക്ക് കാണുന്നതാണ്. നിങ്ങൾ ധൈര്യപൂർവ്വം അങ്ങനെ ഒരു അവസരം കാണുമ്പോൾ, ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ അത് യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ യാതൊരു തരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസോ അല്ലെങ്കിൽ സംശയങ്ങളോ ഇല്ലാതെ ആ അവസരങ്ങൾ ഉപയോഗിക്കണം എന്ന് പറയുന്നു. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു മാറ്റം, ആ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാം നിങ്ങൾക്ക് വരുന്നതാണ്. നിങ്ങൾ ഒരുപാട് കാലമൊന്നും വെയിറ്റ് ചെയ്യേണ്ട, പക്ഷേ നിങ്ങൾ ആ ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കണം. ഏതൊരു കാര്യം നടക്കാൻ ഒരു പെർഫെക്റ്റ് ടൈം ഉണ്ട്. അപ്പോൾ ആ ഡിവൈൻ ടൈമിങ്ങിൽ ഇത് നടക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇനി എംപ്ലോയിഡ് ആയിട്ടുള്ളവർ, നിങ്ങൾ എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, ഈ എംപ്ലോയിഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് 1 എംപ്ലോയിഡ് ആയിട്ടുള്ള കളക്റ്റീവ്സ്, അവരുടെ 2025 കരിയറിൽ എങ്ങനെയായിരിക്കും, കരിയറിനെ സംബന്ധിച്ച് അവരുടെ 2025 എങ്ങനെയായിരിക്കും? ഓക്കെ, നിങ്ങളുടെ ഒരു ചേഞ്ച്, ഒരു മാറ്റം ഞാൻ കാണുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരു കരിയറിൽ ഒരു കുറച്ച് സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരുന്നുവെങ്കിൽ ഒരു മാറ്റം ഉണ്ട്. നിങ്ങളുടെ ഒരു ചേഞ്ച്, ഒരു റീസ്റ്റാർട്ട് ഒക്കെ കാണുന്നു, ഒരു റിന്യൂവൽ എനർജി ഒക്കെ ഞാൻ കാണുന്നുണ്ട്. യെസ്, നിങ്ങൾക്ക് ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് സിറ്റുവേഷൻ, അതായത് നിങ്ങൾക്കൊരു അവസരം യൂണിവേഴ്സ് തരുമ്പോൾ നിങ്ങൾ അത് രണ്ടും കൽപ്പിച്ച് അതും ആയി മുന്നോട്ട് പോകണം. ഓക്കെ, അപ്പോൾ ആ അവസരം വരുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കേണ്ടി വരും. ഓക്കെ, അതാണ് ഞാനിവിടെ കാണുന്നത്. അപ്പോൾ ഇതൊരു യെസ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ കരിയറിൽ എത്രത്തോളം എസ്റ്റാബ്ലിഷ്ഡ് ആകാൻ ആഗ്രഹിക്കുന്നു അവിടേക്ക് ആ ഒരു എംപറർ കാർഡ് എനിക്കിവിടെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ ഒരു ലീഡർ എനർജി അല്ലെങ്കിൽ ഒരു ബോസ് എനർജി, അത്രയും കരിയറിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്ന ഒരു വ്യക്തി. ഓക്കെ, ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് ഈ ഒരു അവസരം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകാവുന്ന ഒരു അവസരമാണെന്നാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഈ ഒരു അവസരം വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കണം അവിടെ. ഓക്കെ, ചെറിയ തോതിൽ നിങ്ങൾ റിസ്ക് എടുക്കുക തന്നെയാണ്. കാരണം നിങ്ങൾക്കുള്ള ജോലി ഉപേക്ഷിച്ച് നിങ്ങൾ ചിലപ്പോൾ ഇതിനായിട്ട് പരിശ്രമിക്കേണ്ടി വരും. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള അസസ്മെൻറ്റ് ഉണ്ടാകും, കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്താണ് എന്തായാലും ഈ ഒരു അവസരം ലഭിക്കാനായിട്ടുള്ള കാര്യം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്കൊരു മടി ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലത്തെ ഒരു ഭയമായിരിക്കും, ഇത് ഇത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നല്ല പൊസിഷനാണ്, ഒരുപാട് പേര് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടാവില്ലേ, അപ്പോൾ ഞാൻ നോക്കിയിട്ട് എന്താ കാര്യം, ഇങ്ങനത്തെ ചിന്തകളുമായിരിക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സുവർണ്ണ അവസരമാണ് ഞാൻ കേൾക്കുന്നത്, സുവർണ്ണ അവസരം എന്നാണ്. അപ്പോൾ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് കാണുമ്പോൾ രണ്ടും കൽപ്പിച്ചത് ഉപയോഗിക്കുക തന്നെ വേണം, അതിനായിട്ട് ശ്രമിക്കുക തന്നെ വേണം. ഓക്കെ, അത് യൂണിവേഴ്സ് കൊണ്ട് തന്നതാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അത് എത്ര ചാലഞ്ചിങ് ആയിട്ട് തോന്നിയാലും അതിനെ വിട്ടുകളയാൻ പാടില്ല എന്ന് പറയുന്നു. കാരണം നിങ്ങൾ നേടിയെടുക്കും, അതിനുള്ള എല്ലാ പോസിബിലിറ്റിയുണ്ട്, സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ആത്മവിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ധൈര്യത്തോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ആ ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നേ വേണം.
അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആവാനും സ്റ്റേബിൾ ആകാനും സാധിക്കും. അങ്ങനെ ഒരു മാറ്റമാണ്, ഡ്രാസ്റ്റിക് ഒരു ചേഞ്ചാണ് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ടിട്ടുള്ള എംപ്ലോയിഡ് കാറ്റഗറി, അവർക്ക് ഈ 2025 അവരുടെ കരിയറിനെ സംബന്ധിച്ച് എന്ത് നിർദ്ദേശമാണ് യൂണിവേഴ്സിന് നൽകാനുള്ളത്? ഓക്കെ, എല്ലാ കാര്യത്തിനും എന്താ പറയുക, ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് വേണം, ആരെങ്കിലുമൊക്കെ കൂട്ട് വേണം, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ അതിനുള്ള കഴിവുള്ള ആളാണ്. പിന്നെ എന്തിനാണ് ഒരു കൂട്ട് നിങ്ങൾ നോക്കുന്നത്? ഓക്കെ, പിന്നെ എന്താ പറയുക, എന്തെങ്കിലും നിങ്ങൾക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും അത്യാവശ്യമുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്രയും വിശ്വസിച്ച ആരെങ്കിലും ഉണ്ടായിരുന്നു നിങ്ങളുടെ വർക്ക് പ്ലേസിലുണ്ടെങ്കിൽ അവർ നിങ്ങളെ ചതിക്കാൻ മീൻസ് എന്താ, നമ്മൾ അത്രയും ആവശ്യമുള്ളപ്പോൾ നമ്മുടെ കൂടെ നിൽക്കാതിരിക്കുക എന്ന് പറഞ്ഞ ഒരു തരത്തിൽ ചതി തന്നെയാണല്ലോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അതിൽ തളർന്നു പോകരുത് എന്ന് പറയണു. കാരണം അങ്ങനെ സപ്പോർട്ട് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്തായാലും നേടിയെടുക്കും, എനിക്ക് ആവശ്യമില്ല, ആ ഒരു സപ്പോർട്ട് ആവശ്യമില്ല. അതുകൊണ്ടാണ് യൂണിവേഴ്സ് ആ വ്യക്തിയുടെ ശരിയായ ഇൻറ്റൻഷൻ എനിക്ക് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ അങ്ങനെ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു പുതിയ ഫേസിലേക്ക് നിങ്ങൾക്ക് കടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം ആളുകൾ നിങ്ങൾക്കൊരു അത്യാവശ്യം വന്നപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കാത്ത, ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വെക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. ഓക്കെ, അവരെ നിങ്ങൾ ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെയാണ് ഈ ആളുകൾ എന്നുള്ളത്. അങ്ങനത്തെ ആളുകളെ കാണുമ്പോൾ, അങ്ങനത്തെ ആളുകളെ തിരിച്ചറിയുമ്പോൾ അവരുമായിട്ട് ഒരു അകലം പാലിക്കുക. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ ഒരു അവസരം വരുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്, അത് വരുമ്പോൾ ധൈര്യമായിട്ട് യൂണിവേഴ്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. എങ്ങനെയായിരിക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കണ പോലെ എൻ്റെ ജോലിയിൽ മാറ്റം ഉണ്ടാവുമോ, എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റും, ഇതൊന്നും നിങ്ങൾ ആ ഒരു പ്രസൻറ്റ് മൊമെൻ്റിൽ അറിയേണ്ടതായിട്ടില്ല. ആ ഒരു അവസരം കിട്ടുമ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കൂ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അതുമായി മുന്നോട്ട് പോകൂ. അവിടെയാണ് നിങ്ങൾ യൂണിവേഴ്സിനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട ഒരു സിറ്റുവേഷനാണത്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് പറയുന്നു. ഓക്കെ, അത് നിങ്ങളെ പുതിയൊരു ഘട്ടത്തിലേക്ക്, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു വലിയ അധ്യായത്തിലേക്കാണ് കൊണ്ടു ചെല്ലുന്നത്. ഒരു പുതിയ റിയാലിറ്റി ആയിരിക്കും നിങ്ങൾക്കത് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എംപ്ലോയിഡ് ആയിക്കോട്ടെ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ ഗ്രൂപ്പ് 1 നിങ്ങൾ പ്രധാനമായിട്ടും പുറത്തേക്ക്, അതായത് അബ്രോഡ്, ഇപ്പോൾ നാട് വിട്ട് വേറൊരു രാജ്യത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, അവിടെ സെറ്റിലായി അവിടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ ഒരു സ്പെസിഫിക് കളക്റ്റീവിന് അവരുടെ ഈ ഒരു ആഗ്രഹത്തെ സംബന്ധിച്ച് ഓക്കെ ഈ 2025 എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ഒരു ആഗ്രഹം നടക്കുന്നുണ്ടോ? ആ ഒരു എനർജി തന്നെയാണ് ഫസ്റ്റിലേക്ക് കിട്ടുന്നത്. നമുക്ക് 10 ഓഫ് കപ്സ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എസ്പെഷ്യലി നിങ്ങളുടെ ഫാമിലി ആയിട്ട്, ഇപ്പം നിങ്ങൾ ചിലപ്പോൾ അബ്രോഡ് ആയിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലീനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. ഓക്കെ, യെസ്, നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. ഓക്കെ, നിങ്ങളത് വളരെ ധൈര്യസമേതം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അവസരം ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾ വിചാരിക്കുന്നതിന് വേഗത്തിൽ നിങ്ങൾക്ക് ഈ ഒരു അവസരം കിട്ടുന്നതാണ്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ വിദേശത്ത് പോയി ജോലി ചെയ്യാനും ഒക്കെയുള്ള അവസരം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പോൾ ആരെങ്കിലും അവിടെയൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ അവരുടെയൊക്കെ ഒരു ഹെൽപ്പ്, അവരുടെയൊക്കെ ഒരു സജഷൻ, അവരുടെ ഗൈഡൻസ് ഒക്കെ എടുക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുന്നു. പിന്നെ ഒരു കാരണവശാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് വളഞ്ഞ വഴി ആരെങ്കിലും ഉപദേശിക്കുകയാണ്, ഓക്കെ, നേരായ വഴിയല്ല, നിയമപരമായിട്ടുള്ള വഴിയല്ല, ഒരു വളഞ്ഞ വഴി ഉപദേശിക്കുകയാണ്, ദയവ് ചെയ്ത് അത് യൂസ് ചെയ്യരുത്. എത്രയൊക്കെ അവർ നിങ്ങളെ എന്താ പറയുക ടെംപ്റ്റ് ചെയ്താലും. ഓക്കെ, നല്ലതാണ്, ഇതിപ്പോൾ ഇത്തിരി റിസ്ക് ഉണ്ടെന്നല്ലേ ഉള്ളൂ, എല്ലാവരും ചെയ്യുന്നതാണ്, അതിപ്പോൾ നീ ചെയ്തുകൊണ്ട് എന്താ പ്രശ്നം, അതൊന്നും പ്രശ്നമില്ല, എങ്ങനെ അവർ കൺവിൻസ് ചെയ്യാൻ നോക്കിയാലും നിങ്ങൾ കൺവിൻസ്ഡ് ആവരുത്. അത് വേണ്ട. നിയമപരമായിട്ട് നേരായ വഴിക്ക് എനിക്ക് കിട്ടുമെങ്കിൽ കിട്ടിയാൽ മതി എന്നൊരു തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. കാരണം നിങ്ങൾ സാധാരണയായിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. അങ്ങനത്തെ ഒരു എനർജി എനിക്ക് കിട്ടുന്നത്. ഓക്കെ, നീതി ന്യായമൊക്കെ നോക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എന്നിരുന്നാലും ഇനിയിപ്പോൾ നിങ്ങളത് സാധാരണഗതിയിൽ അതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും ഈ കാര്യത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് തന്നെ തലവേദനയായിട്ട് മാറും. മനസ്സിലായോ? അപ്പോൾ അത് ശ്രദ്ധിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അബ്രോഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ത്രൂ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് അവിടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ളവരുണ്ടെങ്കിൽ
നിങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ കാണുന്നു. അവരൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരും എന്നാണ് എനിക്ക് കാണുന്നത്. അങ്ങനെ ഒരു എനർജി ഉണ്ട് കേട്ടോ. അത് ചിലപ്പോൾ എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിരിക്കില്ല. പൊതുവായിട്ട് ഞാൻ കാണുന്നത് നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കുന്നതായിട്ടും ഓക്കെ, അത് നിങ്ങളുടെ ഫാമിലിയും അത് ആഘോഷിക്കുന്നതായിട്ടും കാണുന്നു. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി തരുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നുണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾ അത് യൂസ് ചെയ്യുക. പിന്നെ ഒരു എർത്ത് സൈൻ മസ്കുലിൻ എനർജി, ഓക്കെ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ സൂഡിയാക് സൈനുള്ള ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു മസ്കുലിൻ എനർജി. ഈ ഒരു വ്യക്തി ഓക്കെ, എന്താ പറയുക, അവർ നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പറാണ്. അവർ മുഖാന്തരമാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അബ്രോഡ് പോയി സെറ്റിൽ ആവാനും അവിടെ ജോലി ചെയ്യാനും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടുന്നത്. അത് കിട്ടുമ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കുക. അതൊരു ലീഗലായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് കാണുന്നു. വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മുന്നേ നിങ്ങളിങ്ങനെ അബ്രോഡൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു അവസരം നിങ്ങളുടെ തെറ്റുകൊണ്ടല്ലാതെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് പകരം ഈശ്വരൻ കൊണ്ടുവരുന്ന ഒരു അവസരമാണിത്. ഓക്കെ, അപ്പോൾ അത് ധൈര്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കും വളരെയധികം സന്തോഷം തരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇത്. അങ്ങനെയും കാണുന്നു. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു തേർഡ് കാറ്റഗറി, അതായത് അബ്രോഡ് ജോലി ലഭിച്ച് സെറ്റിലാവാൻ ആഗ്രഹിക്കുന്ന കാറ്റഗറി, ഗ്രൂപ്പ് 1 ഇവർക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട്. ചിലപ്പോൾ ചിലവരൊക്കെ പ്രാക്ടിക്കലായിട്ട് നോക്കണം, അവിടേക്ക് നമ്മൾ ഇങ്ങനെ നോക്കിയാൽ നടക്കില്ല, അങ്ങനെ നോക്കിയാൽ നടക്കില്ല, അങ്ങനെ കുറേ ഉപദേശിക്കാൻ ആൾക്കാരുണ്ടാവും. ഓക്കെ, അതിൽ ഫോക്കസ് ചെയ്യാതിരിക്കാനായിട്ട് പറയുന്നു. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം എന്താണോ, നിങ്ങളെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ഫാമിലിക്കും ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം അല്ലേ? അപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ മുന്നോട്ട് പോവുക. പിന്നെ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ ഈശ്വരനോട് നന്ദി പറയാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾക്ക് ഫൈനാൻഷ്യലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന, സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി, അത് നിങ്ങൾക്ക് എന്തായാലും വന്നു ചേരുന്നുണ്ട്. ഓക്കെ, ഇതിനു മുന്നേ നിങ്ങൾ അതിനായി ശ്രമിച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി അതുപോലെ ഉണ്ടാവുമോ എന്നുള്ള ഭയം മനസ്സിൽ വേണ്ട. അനാവശ്യമായ അങ്ങനത്തെ ഭയം, അങ്ങനത്തെ ചിന്തകളൊക്കെ ഒഴിവാക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ചിലരൊക്കെ വന്ന് ഉപദേശിക്കാനായിട്ട് ചിലപ്പോൾ ഇരിക്കും, ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല, ഇങ്ങനെ ചെയ്താൽ അവിടെ ജോലി കിട്ടില്ല, അങ്ങനെ ചെയ്താൽ അവിടെ ജോലി കിട്ടില്ല. ചില സമയത്ത് എല്ലാവരും ഫോളോ ചെയ്യുന്ന വഴിയായിരിക്കില്ല നമുക്ക്. ഓക്കെ, ചില സമയത്ത് നമുക്ക് എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന പോലെ 100,000 എന്താ പറയുക ഫോർമാലിറ്റീസ് ഉണ്ടെന്ന് പറയുന്ന ചില കാര്യങ്ങളിൽ നമുക്കത് ലഭിക്കുന്നത് വളരെ എളുപ്പത്തിലായിരിക്കും. കാരണം നമുക്കത് ഡിസേർവ് ആയിട്ടുള്ള സമയത്താണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ മറ്റുള്ളവർ പോയ കഷ്ടപ്പാടിലൂടെ നിങ്ങൾ പോകേണ്ടി വരും എന്നില്ല. ഓക്കെ, വളഞ്ഞ വഴിയല്ല ഞാൻ പറയുന്നത്, നേരായ മാർഗത്തിലൂടെ തന്നെ ചിലവർക്ക് എന്തുണ്ടാവുന്നുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടന്നു കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ അബ്രോഡ് പോയി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ സാധാരണ അബ്രോഡ് പോകുമ്പോൾ എല്ലാവരും പറയും IELTS എഴുതണം, അതിൽ ഇത്ര മാർക്ക് വേണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു യൂറോപ്യൻ സ്കോളർഷിപ്പിലാണ് പോയത്. അവിടെ അത് ഇംഗ്ലീഷ് പ്രോഗ്രാമാണ്. പക്ഷേ അവർ പറഞ്ഞൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ IELTS അല്ലേ, അതിൻ്റെ എന്താ പറയുക, പ്രൊനൗൺസിയേഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് എനിക്കറിയാം. ഞാനത് പിന്നെ അതിലത്രയും ഫോക്കസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് പറയാൻ കിട്ടില്ല. അപ്പോൾ അത് അല്ലെങ്കിൽ വേറൊരെണ്ണം കൂടെ പറഞ്ഞിട്ടായിരുന്നു, ലാംഗ്വേജ് ടെസ്റ്റ് തന്നെയാണ്. അത് എഴുതണം എന്ന് നിർബന്ധമില്ല. അത് പ്രൊവൈഡഡ് നിങ്ങളൊരു ഇംഗ്ലീഷ് മീഡിയത്തിലാണ് നിങ്ങളുടെ സ്കൂൾ തൊട്ട് ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എക്സാം എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷിലായിരുന്നു ത്രൂ ഔട്ട് പഠിച്ചിട്ടുള്ളതെങ്കിൽ, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആ എക്സാം എഴുതേണ്ടി വന്നില്ല. അപ്പോൾ മറ്റുള്ളവരോട് ഞാൻ പറയുമ്പോൾ ഞാൻ ഏതാ പാസ്സായേ, IELTS ആണോ മറ്റേതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. IELTS ആണോ ടോഫൽ ആണോ എന്നൊക്കെ ചോദിച്ചാൽ ഇതൊന്നും എനിക്ക് വേണ്ടി വന്നില്ല. അവരിങ്ങനെയാണ് പറഞ്ഞത്, ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ്, നമുക്ക് അവിടെ വേറെ എക്സാമിൻ്റെ ആവശ്യമില്ല. അത് പറഞ്ഞ് കുറേ പേര് വിശ്വസിക്കാത്തവരുണ്ട്. പക്ഷെ സത്യമാണത്. എനിക്ക് ആ ഒരു എക്സാം എഴുതാനോ അതിനുവേണ്ടി പരിശീലനം നേടിയെടുത്ത് അത് എഴുതേണ്ട, അതിന് ഇത്ര മാർക്ക്, അതൊന്നും വേണ്ടി വന്നില്ല. എനിക്ക് അഡ്മിഷൻ എന്നെ സംബന്ധിച്ച് വളരെ എളുപ്പമായിരുന്നു. ഞാനാണ് നേരിട്ട് അഡ്മിഷന് വേണ്ടി കാര്യങ്ങൾ ചെയ്തതുമല്ല. അങ്ങനെയാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അത് വളരെ ലീഗലായിട്ടുള്ളൊരു എന്താ പറയേണ്ട കോഴ്സാണ്. വളരെ ഫേമസ് ആയിട്ട് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു സ്കോളർഷിപ്പാണ്. അങ്ങനെ കിട്ടിയിട്ട് പോയതാണ്. അപ്പോൾ അതെന്താ വെച്ചാൽ എനിക്ക് ആ ഒരു യോഗമുള്ളത് കൊണ്ട്, എനിക്ക് ആ ഒരു സമയം കറക്റ്റ് ഡിവൈൻ ടൈമിംഗ് ആയതുകൊണ്ട് അതിനു വേണ്ടി ഞാൻ ശ്രമിച്ചപ്പോൾ അതെൻ്റെ അടുത്തേക്ക് വരികയാണ്. കാരണം ഞാൻ അത് അത്രയും ആഗ്രഹിക്കേണ്ട, അത്രയും ഫോക്കസ് ചെയ്ത്, അത്രയും വിഷ്വലൈസ് ചെയ്ത് കോൺഷ്യസ്ലി അല്ല, ഞാൻ അതിനെക്കുറിച്ച് എപ്പോഴും പറയുമായിരുന്നു അതുവരെ, എനിക്ക് പുറത്ത് പോകണം, പഠിക്കണം, പക്ഷേ അതിൽ ഇങ്ങനെ എപ്പോൾ നടക്കുന്നതൊന്നും ഞാൻ ഫോക്കസ് ചെയ്ത് നിന്നിട്ടില്ല. പക്ഷെ അത് വന്നു, ആ കറക്റ്റ് ടൈമിൽ അത് വന്നു, അവസരം വന്നു. എനിക്ക് എൻ്റെ അമ്മയാണ് കാണിച്ചു തന്നത്. അത് ഞാൻ അപ്ലൈ ചെയ്തു. ഞാൻ വീട്ടിലിരുന്ന് എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് അപ്ലൈ ചെയ്തു, എനിക്കത് കിട്ടി.
അത് പറയുമ്പോൾ കുറേ പേർക്ക് അവരുടെ മുഖത്തൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അവരെന്നോട് കുറച്ച് പേരൊക്കെ എങ്ങനെ കിട്ടിയത് എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും ശ്രമിക്കാനാണ്. അപ്പം നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ അവരിങ്ങനെ ഞാൻ എന്തോ മുഴുവൻ പറയുന്നില്ല അല്ലെങ്കിൽ മറച്ചു വെക്കുന്നു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് പിന്നെ സംസാരിക്കുക. പക്ഷെ അതാണ് സത്യം. ഓക്കെ, അപ്പം നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് നമ്മളെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അത് ആ കറക്റ്റ് ടൈമിൽ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ അത് വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് എന്താ പറയുക, അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ വളരെ ബ്ലെസ്ഡ് ആയിട്ട് നമ്മൾ കണക്കാക്കണം നമ്മളെ തന്നെ. പിന്നെ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നിങ്ങൾക്ക് നടന്നിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള നല്ല കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ, അതിനൊക്കെ ഈശ്വരനോട് നന്ദി പറയുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അത് നിങ്ങൾക്കുള്ള നിർദ്ദേശമാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് നിങ്ങൾ ഇതുവരെയും തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ വർഷം നിങ്ങളത് തുടങ്ങണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു അബ്രോഡ് ജോബ് കിട്ടി സെറ്റിൽ ആവാൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലാസ്റ്റ് കാറ്റഗറി, അതായത് ബിസിനസ് പേഴ്സൺസ്, അല്ലെങ്കിൽ ഈ വർഷം ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ. അതിപ്പോൾ ചിലപ്പോൾ മെയിൻ ആയിട്ടായിരിക്കില്ല, സൈഡ് ഹസിലായിട്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്കൊരു 9 to 5 ജോബ് ഉണ്ട്, കൂടാതെ നിങ്ങളുടെ ഒരു ബിസിനസ്, ഓക്കെ, സൈഡിൽ കൂടെ കൊണ്ടുവന്ന ഒരു സൈഡ് ഹസൽ അങ്ങനെയായിരിക്കാം. ഓക്കെ, എന്ത് തന്നെയാണെങ്കിലും ബിസിനസ് ചെയ്യുന്നവർ, നിങ്ങളുടെ ഈ ഒരു വർഷം എങ്ങനെയായിരിക്കും, ആ ബിസിനസ്സിൻ്റെ ഒരു രീതി എങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ബിസിനസ് ചെയ്യുന്നവർ, ഈ വർഷം ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ബിസിനസ് സൈഡ് ഹസലായിട്ട് കൊണ്ടുപോകുന്നവർ, ഈ പറയുന്ന ആളുകൾ ഈ ഗ്രൂപ്പ് 1 ഉള്ളത്, അവർക്ക് ഈ 2025 അവർ ഈ ഒരു ബിസിനസ് അതിൻ്റെ ഒരു പ്രോഗ്രസ് എങ്ങനെയായിരിക്കും, എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുക. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയുക, ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. കാരണം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു, നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഒരുപാട് സന്തോഷം തരുന്ന രീതിയിൽ നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കൂടുതൽ കോൺഫിഡൻ്റ് ആകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച അത്രയും വലുതായിട്ടൊരു കാര്യം നടക്കുന്നു. നിങ്ങളൊരു സ്പോട്ട് ലൈറ്റിലേക്ക് എത്തുന്ന ഒരു എന്താ പറയുക, നിങ്ങളുടെ ബിസിനസ്സും നിങ്ങളെയും ലോകം അറിയുന്ന, ഓക്കെ, അല്ലെങ്കിൽ ലോകം റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറുന്നുണ്ട്. കൂടുതൽ ആളുകൾ പോപ്പുലർ ആവുക, നിങ്ങളും നിങ്ങളുടെ ബിസിനസ് പോപ്പുലർ ആവുക. ഓക്കെ, കൂടുതൽ ക്ലയൻസിനെ ലഭിക്കുക, കൂടുതൽ സെയിൽസ് ഉണ്ടാകുക, അങ്ങനെ അത് എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നു എന്നാണ് ഞാൻ കാണുന്നത്. അത് ഒരു സ്റ്റാറും സൺ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീം സക്സസ് ആണ്. ഓക്കെ, സക്സസ് പ്ലസ് നെയിം ഫെയിം, അപ്പോൾ ആ ഒരു എക്സ്ട്രീം എനർജിയാണത്. അപ്പോൾ അങ്ങനെ ഒരു എക്സാജറേഷൻ അല്ല. അപ്പോൾ ഇവിടെ ഹാപ്പിലി എവർ ആഫ്റ്റർ 2 കിട്ടിക്കണേ. അപ്പോൾ അത്രയും നിങ്ങൾ ആ ബിസിനസ്സിൽ നിങ്ങൾ അത്രയും സക്സസ്ഫുൾ ആണ്. അതങ്ങനെ എന്താ പറയുക, സ്റ്റെബിലൈസ്ഡ് ആയി, അത് എസ്റ്റാബ്ലിഷ്ഡ് ആയി മുന്നോട്ട് പോവുകയാണ് ഈ ഒരു വർഷം തൊട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന ഒരു മാറ്റമാണ് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് കൂടുതൽ സ്വസ്ഥതയും കൂടുതൽ നിങ്ങൾ റിലാക്സ്, എസ്പെഷ്യലി നിങ്ങൾ അതിനുവേണ്ടി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഈ നിങ്ങളുടെ ബിസിനസ്സിൽ ഈ വർഷം മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിയുമ്പോൾ നമ്മൾ ഇപ്പോൾ എടുക്കുന്ന അത്രയും ഹാർഡ് വർക്ക് പിന്നെ എടുക്കേണ്ടി വരില്ല. മനസ്സിലായോ? യെസ്, നിങ്ങളോടുള്ള നോക്കൂ, 2 കടം വന്നിരിക്കണം. നോക്കൂ, നിങ്ങൾക്കുള്ള ഉപദേശവും തന്നെയാണ് റിലാക്സ്ഡ് ആവുക. ഓക്കെ, റിലാക്സ് ആകൂ, റെസ്റ്റ് എടുക്കൂ. നിങ്ങൾ റെസ്റ്റ് എടുക്കണം. ഇനി നിങ്ങൾ ഇതുമേ ഒരുപാട് കിടന്ന് എന്താ പറയുക കഷ്ടപ്പെടേണ്ടതില്ല. ഇതിൽ നിങ്ങളുടെ ആ സ്ട്രഗ്ലിംഗ് പീരീഡ് അവസാനിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സക്സസ്, ആ ഒരു പബ്ലിക് റെക്കഗ്നിഷൻ നിങ്ങളുടെ ബിസിനസ്സിന് ലഭിക്കുകയാണ്. ഓക്കെ, ഇനി കൺഫ്യൂഷൻസോ ലാക്ക് ഓഫ് ക്ലാരിറ്റി ഒന്നുമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ബിസിനസ് ഒരുപാട് വളരാനും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഈ ഒരു വർഷം ലഭിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളത് കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് സ്ട്രഗിൾസ് ഒന്നുമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സിന് വളർച്ച ഉണ്ടാവുകയാണ്. ഓക്കെ, മാത്രമല്ല നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന, നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ തരുന്നുണ്ടാകാം. നിങ്ങളത് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറയുന്നു. നിങ്ങളുടെ സോൾ ട്രൈബ് മെമ്പേഴ്സാണ്. അവർ ശരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അവർ ചില സജഷൻസൊക്കെ തന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതൊക്കെ നിങ്ങൾ സ്വീകരിക്കുക. ആ സജഷൻസൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ നിന്ന് ഈ വർഷം തൊട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ബിസിനസ്സിലൂടെ നിങ്ങളുടെ ജീവിത രീതിയിൽ, നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഒരു അപ്ഗ്രേഡ് ഉണ്ടാവുകയാണ്. ഓക്കെ, ഒരു ലക്ഷറി എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അത്രയും മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബിസിനസ് തുടങ്ങാതിരിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് തുടങ്ങൂ. വളരെ നല്ലൊരു വർഷമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സക്സസ് ഈ വർഷത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാകും. ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. ഇപ്പോൾ ഗ്രൂപ്പ് 1 കളക്റ്റീവിന് അവരുടെ കരിയർ റീഡിംഗ് ആണ് കിട്ടിയത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്ലൂസാണ് നൽകാനായിട്ട് സാധിക്കുക? ഓക്കെ, ഞാൻ ഈ ക്ലൂസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം.
ഓക്കെ, നമുക്ക് ട്യൂസ്ഡേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ട്യൂസ്ഡേ നിങ്ങളുടെ ജനിച്ച ദിവസമായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വർഷം നിങ്ങൾ ചൊവ്വാഴ്ചകൾക്ക് പ്രധാനമുണ്ട് നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനെ തുടങ്ങുന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച തുടങ്ങുക. ഇൻ്റർവ്യൂസ് എന്തെങ്കിലും ചൊവ്വാഴ്ച വയ്ക്കുക, അത് വളരെ നല്ലതായിരിക്കും. ഇനി നമുക്ക് 3 മാസം കിട്ടിയിട്ടുണ്ട്. മാർച്ച്, മെയ്, ഡിസംബർ. ഈ മാസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ജനനമാസം ഉണ്ടായിരിക്കാം. അത് കൂടാതെ നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് ഈ വർഷം ഈ 3 മാസങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു പീക്ക് പീരീഡ് എന്നാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു മാസങ്ങൾ പ്രധാനമായിട്ടൊരു ഷിഫ്റ്റ് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്നതാണ്. പിന്നെ ടി എക്സ്. ഓക്കെ, ഇത് 3 നമുക്ക് കിട്ടിയിട്ടുള്ള ആൽഫബറ്റ്സ്. അപ്പോൾ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, ഇനീഷ്യൽസ് ഈ പറയുന്ന ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം. പിന്നെ നമുക്ക് കുറച്ചധികം തീയതികൾ കിട്ടിയിട്ടുണ്ട്. 6, 16, 5, 18, 23, 9, 28, 17. ഇതിൽ ചിലപ്പോൾ നിങ്ങളുടെ ജനന തീയതി ഉണ്ടാകാം. കൂടാതെ ഈ തീയതികൾ ഈ 3 മാസങ്ങളിൽ പ്രത്യേകിച്ചും ഈ വർഷം എല്ലാ മാസവും ഈ ഒരു തീയതികളൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഓരോ കരിയറിൽ ഓരോ ഷിഫ്റ്റ് നിങ്ങൾ നോട്ടീസ് ചെയ്യുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഷിഫ്റ്റ് നിങ്ങൾ നോട്ടീസ് ചെയ്യണം. വരുന്ന ദിവസവും ആ ഒരു ഡേറ്റൊക്കെ നോക്കുമ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് 3 സോഡിയാക് സൈൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. സ്കോർപിയോ, പൈസീസ്, കാപ്രിക്കോൺ. അപ്പോൾ നിങ്ങളുടെ സൺ മൂൺ റൈസിങ്ങിൽ കാപ്രിക്കോൺ, പൈസീസ്, സ്കോർപിയോ പ്ലേസ്മെൻറ്റ്സ് ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ ഉണ്ടാകാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ റീഡിംഗ്, കരിയർ റീഡിംഗ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഈ റീഡിംഗ് കേട്ടിരുന്നതിനും നിങ്ങളുടെ സാന്നിധ്യം ഈ റീഡിങ്ങിൽ മുഴുവൻ ഉണ്ടായതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഓക്കെ, കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ടൈം സ്റ്റാമ്പ്സിന് തൊട്ട് താഴെ. ഇനി ഡിസ്ക്രിപ്ഷൻ നോക്കാൻ അറിയാത്തവരാണ് എങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള കമൻറ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, ഒരുപാട് സൗഭാഗ്യം തരുന്ന ഒരു 2025, എസ്പെഷ്യലി നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട ഒരു 2025 ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാം ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ കരിയർ. ഓക്കെ, എങ്ങനെയായിരിക്കും 2025 എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രൂപ്പ് 1 ചെയ്ത പോലെ മൊത്തം കളക്ട് ചെയ്യുന്ന സബ്സെക്ഷനുകളായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ജോലി നഷ്ടപ്പെട്ട് ജോലി നോക്കുന്നവരും, അല്ലെങ്കിൽ ജോലി ഇതുവരെ ആവാത്തവർ, പഠിച്ചു കഴിഞ്ഞ് ജോലി ഇതുവരെയും ഒരു സ്ഥിരം ജോലി ആകാത്ത ആളുകൾ, നിങ്ങൾക്ക് ഈ ഒരു 2025 നിങ്ങളുടെ കരിയർ എങ്ങനെയായിരിക്കും, അതിലെന്തെങ്കിലും ഒരു പ്രോഗ്രസ്, ഒരു പുരോഗതി, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന്, ഇപ്പോഴത്തെ ഈ ഒരു അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുമോ, നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 1 അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള കളക്റ്റീവ്സ്, അവർക്ക് ഈ 2025 അവർ ആഗ്രഹിക്കുന്നൊരു മാറ്റം ഉണ്ടാകുമോ, അവരാഗ്രഹിക്കുന്ന ഒരു സ്ഥിരം ജോലി ലഭിക്കുമോ, എന്താണ് ഒരു എനർജി, കരിയറിനെ സംബന്ധിച്ചൊരു എനർജി എന്താണ്. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നൊരു വർഷമായിരിക്കും ഈ 2025 എന്നാണ് പറയുന്നത്. നിങ്ങളൊരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ലഭിച്ചിട്ട് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊരു യാത്രയൊക്കെ ചിലപ്പോൾ ചെയ്തു എന്ന് വരാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രസ് ഒന്നും കാണുന്നില്ല, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു പ്രോഗ്രസ് കാണുന്നില്ല എങ്കിൽ പോലും വളരെ ആത്മവിശ്വാസത്തോടു കൂടെ നിങ്ങളുടെ ലക്ഷ്യവുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തോന്നുന്ന ഒരു വർഷമാണ് നിങ്ങളുടെ 2025. ഓക്കെ, അപ്പോൾ ഈ 2025 നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിലൊരു സഡൻ ചേഞ്ച് ഒന്നും നിങ്ങളുടെ സിറ്റുവേഷനിൽ ഉണ്ടാകില്ല. ഓക്കെ, നിങ്ങൾ കുറച്ചൊന്ന് ഈ ഒരു നിങ്ങളുടെ കൺസിസ്റ്റൻസിയാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലിക്കായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇല്ലേ, അപ്പോൾ ആ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ആ ജോലിക്ക് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അത് നിങ്ങൾ കൂടുതൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, കാണുന്നൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഒരു ചെറിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കുക.
അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം നിങ്ങൾക്ക് ഒരു ചോയ്സ് പോലെയാണ് കൊണ്ടു തരുന്നത് എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഉണ്ടാവണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു പൊസിഷൻ ഉണ്ട്, അതിനേക്കാളും ഒരു ജൂനിയർ ലെവലാകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് എന്താ പറയുക താല്പര്യം ഉണ്ടാകാൻ സാധ്യത കുറവാണെന്ന് കാണുന്നു. പക്ഷെ അത് നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഒരു ജൂനിയർ പൊസിഷൻ ആണല്ലോ എന്ന് വിചാരിച്ച് അതിനെ തട്ടിക്കളയാൻ പാടില്ല. ഞാൻ കേൾക്കുന്നു കൂടുതൽ പ്രാക്ടിക്കലായി ചിന്തിച്ചിട്ട് ഇതിനെ ഉപേക്ഷിക്കരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം നിങ്ങൾക്ക് യൂണിവേഴ്സ് ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ട് തന്നതിൻ്റെ പിന്നിൽ ഒരു പർപ്പസ് ഉണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ധൈര്യസമേതം മുന്നോട്ട് പോകാൻ പറയുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, അങ്ങനത്തെ അനാവശ്യമായ ഭയങ്ങളൊക്കെ ഒഴിവാക്കി വളരെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ഫ്യൂച്ചർ എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു പ്രോഗ്രസ് ആണ് നിങ്ങളുടെ എന്താ പറയുക സിറ്റുവേഷനിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന ഒരു എന്താ പറയുക വിശ്വാസത്തോടെ യൂണിവേഴ്സിൽ ആ ഒരു വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറയുന്നു. ഡെഫിനറ്റ്ലി നിങ്ങൾ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിന്നും ഒരു നേരിയ പുരോഗതി എന്തായാലും ഉണ്ടാകുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലല്ല തന്നെ അതിൻ്റെ താഴെ തൊട്ട് താഴെ എന്നൊക്കെ പറയാവുന്ന ഒരു ജൂനിയർ പൊസിഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു യാത്രയൊക്കെ ഉണ്ടായിന്ന് വരാം, പക്ഷെ നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റി കളയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ്, ഒരു ഹാർമോണിയസ് എനർജി തരുന്നു എന്നാണ് കാണുന്നത്. അതിലൂടെ നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ആയിരിക്കില്ല, ഫ്യൂച്ചറിൽ ഒരു കാര്യമായൊരു മാറ്റം, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഒക്കെ നിങ്ങളുടെ കരിയറിൽ ഈ ഒരു പൊസിഷൻ, നിങ്ങൾ ഈ ഒരു ഇപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ജൂനിയർ പൊസിഷനിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാണ് എനിക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഉപദേശം ഒരു തരത്തിൽ, അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സബ്സെക്ഷനുള്ളവർക്ക് യൂണിവേഴ്സ് എന്ത് നിർദ്ദേശമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത് കണ്ടോ? യൂണിവേഴ്സിൽ സമർപ്പിച്ച് മുന്നോട്ട് പോകൂ. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ രണ്ട് കൽപ്പിച്ച് അത് സ്വീകരിക്കൂ, ഈശ്വരനിൽ വിശ്വസിക്കൂ, അല്ലെങ്കിൽ യൂണിവേഴ്സിൽ വിശ്വസിക്കൂ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, അതിനുള്ള ഒരു അവസരമാണ് വരുന്നത്. ഓക്കെ, നിങ്ങളപ്പോൾ ഈ അവസരത്തിനെ നഷ്ടപ്പെടുത്തരുത് എന്ന് പറയുന്നു. നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ലഭിക്കുന്നതിനായിട്ട് അവസരങ്ങളൊക്കെ വരുന്നത് ഈ ഒരു രൂപത്തിലായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല, അതിനേക്കാളും താഴെയായിരിക്കും. ഓക്കെ, അവിടെ നിങ്ങളെ യൂണിവേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആ ഒരു അവസരവുമായിട്ട് യൂണിവേഴ്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകും എന്നാണ്. അങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അത് വളരെ നല്ലതായി മാറും. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളുടെ ചോയ്സ്, ഈ രണ്ട് കാർഡും പറയുന്നത് നിങ്ങളുടെയാണ് തീരുമാനം എന്നുള്ളതാണ്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഫോക്കസ് ചെയ്ത് ഫ്യൂച്ചറിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ അത് എടുക്കാനായിട്ട്. ഓക്കെ, പോസിറ്റീവായിട്ട് നിങ്ങളതിനെ എടുക്കാൻ പറയുന്നു. പിന്നെ കഴിഞ്ഞു പോയ കാലത്തിനെ വെച്ച് കമ്പയർ ചെയ്ത് ഇതെടുക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് മുന്നേ ഒരു ജോലി ഉണ്ടായിരുന്ന, ജോലി നഷ്ടപ്പെട്ട ഒരാളാണ്, ചിലപ്പം ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരുന്ന പോസ്റ്റിനേക്കാളും ചെറിയ പോസ്റ്റായിരിക്കും. അത് ഞാൻ എന്താ പറയുക വർക്ക് ചെയ്തതിനേക്കാളും ചെറിയ പോസ്റ്റാണ് എന്ന് പറഞ്ഞ് കളയരുത്. കാരണം അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് വളർച്ച നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്നുണ്ട്. അത് യൂണിവേഴ്സ് കൊണ്ടുവരുന്നുമുണ്ട്. ഇനി നിങ്ങൾക്ക് ആ ജോലിയിലൂടെ ഒരുപാട് അവസരങ്ങൾ, നിങ്ങൾക്ക് ആ ജോലിയിൽ കൂടുതൽ എന്താ പറയുക കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനും കൂടുതൽ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കാനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല ആ ഒരു പൊസിഷൻ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ, പിന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഒരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് ആണെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള നിർദ്ദേശം. ഇനി എംപ്ലോയിഡ് ആയിട്ടുള്ള കളക്റ്റീവ്സ്, അപ്പോൾ ഗ്രൂപ്പ് 2 എംപ്ലോയിഡ് ആയിട്ടുള്ള കളക്റ്റീവ്സ്, അവർക്ക് യൂണിവേഴ്സ് അവരുടെ 2025 അവരുടെ കരിയറിനെ സംബന്ധിച്ച് അവരുടെ 2025 എങ്ങനെയായിരിക്കും? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ഉണ്ട്, നിങ്ങളുടെ കരിയറിൽ ഒരു പുതിയ തുടക്കം യൂണിവേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. അത് ഡിവൈൻ ടൈമിൽ വരുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ഒരുപാട് നിങ്ങൾക്ക് എന്താ പറയുക ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഓക്കെ, നിങ്ങൾക്കൊരു വെൽത്ത് ജനറേറ്റ് ചെയ്യാനടക്കം നിങ്ങളെ സഹായിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയുന്നു. നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ന്യൂസാണെന്നാണ് പറയുന്നത്. ഡെഫിനറ്റ്ലി എല്ലാ കാർഡും പറയുന്നത് ഒരു പുതിയ തുടക്കം എന്നാണ്. ഓക്കെ, നമുക്കിവിടെ വേൾഡ് കാർഡാണ് കിട്ടിയത്, അപ്പോൾ ഞാൻ അതിങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഇതിലൊരു യാത്രയൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് പുതിയ എനർജിയാണ്, നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്താണ്. നിങ്ങൾക്ക് ഇത് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി, മാറ്റമാണ് നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഫൈനാൻഷ്യലി നിങ്ങൾക്കത് ഒരുപാട് പ്രോഗ്രസ് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇതൊരു
മൊത്തത്തിൽ നിങ്ങളൊരു പുതിയ റിയാലിറ്റിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾക്ക് ശീലിച്ച നിങ്ങളുടെ നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾ ശീലിച്ച കാര്യങ്ങളോ എനർജിയോ ആയിരിക്കില്ല ഇനി അങ്ങോട്ട്. ഒരു ഷിഫ്റ്റ്, കാര്യമായൊരു മാറ്റമുണ്ട്. അപ്പോൾ അത് യൂണിവേഴ്സ് ഈ ഒരു അവസരം നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഡിവൈൻ പ്ലാൻ പ്രകാരം എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാൻ ഇതെന്തായാലും യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, എനിക്കിപ്പോൾ ഒരു ജോലി ഉണ്ടല്ലോ, ഞാൻ കംഫർട്ടബിൾ ആണല്ലോ എന്ന് വിചാരിച്ച് പോവരുത് എന്ന് പറയുന്നു. കാരണം നിങ്ങളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അവസരം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിയാലിറ്റി, നിങ്ങളുടെ പ്രൊഫഷണൽ റിയാലിറ്റിയിൽ എസ്പെഷ്യലി ഒരു 360 ഡിഗ്രി മാറ്റം ഉണ്ടാവും. എന്താണ് 360 എന്ന് പറഞ്ഞാൽ അറിയില്ല. 360 ഡിഗ്രി മാറ്റമാണ് വരുന്നത്. അതായത് നിങ്ങളെ വേറൊരു റിയാലിറ്റിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ട് ശീലിച്ച നിങ്ങളുടെ ഒരു വർക്ക് പ്ലേസ്, വർക്ക് ലൈഫ് സ്റ്റൈലൊന്നും ആയിരിക്കില്ല ഇനി അങ്ങോട്ട്. ഓക്കെ, ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്, അതും നല്ല രീതിയിലുള്ള ചേഞ്ച്. കാരണം നിങ്ങളത് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നാണ്. കാരണം സെലിബ്രേറ്റ് എന്നുള്ള വാക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഇത് വളരെ നല്ലൊരു ന്യൂസാണ്. നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു വളരെ നല്ലൊരു തുടക്കമാണ്. നിങ്ങൾക്ക് ലൈഫ് കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സ്വീകരിക്കുക വഴി. ഓക്കെ, ഒരു പെർഫെക്റ്റ് വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ ഉണ്ടായിരിക്കും. നിങ്ങളൊരാഗ്രഹിക്കുന്ന മാറ്റം ആണിത്. പക്ഷേ അത് നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്താണ്. അപ്പോൾ നിങ്ങളിത് വരുമ്പോൾ നിങ്ങൾ എന്ത് വേണം? നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഡിവൈൻ ടൈമിങ്ങിൽ എനിക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്നതാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറയുന്നു. എന്തായാലും ഒരു ന്യൂ എനർജി, ഒരു ന്യൂ സ്റ്റാർട്ട്, അതിൻ്റെ ഒരു എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട് എന്നാണ് കാണുന്നത്. യെസ്, ചിലപ്പോൾ നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന പ്ലേസ് വളരെ ടോക്സിക് ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോരണം എന്ന് നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് അതിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ടെൻഡൻസി ഉണ്ടാവും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷം തുടങ്ങിയതിന് ശേഷം നിങ്ങൾ ജോലിയിലായിരിക്കും ഈ വർഷം തുടങ്ങിയത്, പക്ഷേ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോഴും നിങ്ങൾ ഒരു നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതിനെക്കുറിച്ച് ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് സ്ട്രെസ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകരുത്. കാരണം കൂടുതൽ ചാലഞ്ചസ് ആണ് പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, എസ്പെഷ്യലി നിങ്ങളുടെ കരിയറിൽ. നിങ്ങളോട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളിലുണ്ട്. ഏതൊരു കാര്യത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് ഉറച്ച് നിങ്ങൾക്ക് വിശ്വാസമുള്ള ചില ആളുകളുണ്ട്, വളരെ കുറച്ച് പേര്. അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. അവരെയും നിങ്ങളുടെ ഈ ഒരു ഈ ഒരു അവസരം വരുമ്പോൾ അവരോടും നിങ്ങൾ അത് ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ പറയുന്നു. പിന്നെ ജോലിയിലുണ്ടാകുന്ന ചെറുതും വലുതുമായ നേട്ടങ്ങളെ നിങ്ങളോട് ആഘോഷിക്കാൻ പറയുന്നുണ്ട്. അത് വലിയ പാർട്ടി നടത്തണമെന്നൊന്നുമല്ല. അതിന് നിങ്ങൾ അക്നോളജ് ചെയ്ത് ജസ്റ്റ് സ്വീറ്റ്സ് വാങ്ങി, ചിലപ്പോൾ ഫാമിലിയിൽ മാത്രം അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒന്ന് ജസ്റ്റ് സ്വീറ്റ്സ് വാങ്ങുന്നു, ഷെയർ ചെയ്യുന്നു, അങ്ങനെ ചെറിയ രീതിയിലെങ്കിലും നിങ്ങൾ അതിനൊന്ന് ആഘോഷിക്കണം എന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറയുന്നു. പിന്നെ നിങ്ങളുടെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ, നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളത് അധികാരോട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് എല്ലാവർക്കും അത് നിങ്ങൾ ഉയരുന്നു, നിങ്ങളുടെ കരിയറിൽ നല്ല മാറ്റം ഉണ്ടാകുന്നു എന്നിഷ്ടപ്പെടുന്ന ആളുകളായിരിക്കില്ല. പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് നമ്മളെടുത്ത് പറഞ്ഞു, നിങ്ങളത് കഴിവതും നിങ്ങളുടെ കരിയർ സ്പേസിലുള്ള ആളുകളായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങളുടെ കൊളീഗ്സായിട്ട് ഷെയർ ചെയ്യാതിരിക്കാനായിട്ടും പറയുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പറയുന്നു. നിങ്ങളുടെ കരിയറിൽ യൂണിവേഴ്സിന് നല്ല നല്ല പ്ലാൻസാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ കരിയറിൽ നല്ല പ്ലാൻസാണ്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളാണ് നടക്കുകയുള്ളൂ. യൂണിവേഴ്സ് നല്ല കാര്യങ്ങൾ നടത്തുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു വിജയം, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷൻ എനിക്ക് നേടാനായിട്ട് പറ്റും, ആ ഒരു മാറ്റം എനിക്ക് കൊണ്ടുവരാൻ പറ്റും, ആ ഒരു വളരെ എന്തും ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരിക്കണം നിങ്ങൾക്ക് ഈ ഒരു കരിയറിനെ സംബന്ധിച്ച് ഈ ഒരു വർഷം. ഓക്കെ, പിന്നെ നിങ്ങളുടെ പ്ലാനുകൾ, നിങ്ങളുടെ ഗോള്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ഇതൊക്കെ നിങ്ങളിൽ തന്നെ ഇരിക്കട്ടെ. അത് നടന്നു കഴിഞ്ഞ് നിങ്ങളത് നേടിയെടുക്കുമ്പോൾ മറ്റുള്ളവരറിയും. അതിന് മുന്നേ നിങ്ങളത് അറിയിക്കാതിരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ എംപ്ലോയ്ഡ് ആയിട്ടുള്ളവരായിരിക്കാം അല്ലെങ്കിൽ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ളവരായിരിക്കാം. നിങ്ങൾ പ്രത്യേകിച്ച് വിദേശത്തേക്ക് ജോലി നോക്കുന്നു. ഓക്കെ, വിദേശത്ത് ജോലി കിട്ടി അവിടെ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള ഈ പറഞ്ഞ സ്പെസിഫിക് കളക്റ്റീവിന് ഈ 2025 അവരുടെ കരിയറിനെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഓക്കെ, യെസ്, നിങ്ങൾ വളരെയധികം ഡിസേർവ് ചെയ്യുന്ന, നിങ്ങൾക്ക് കുറച്ച് ജനറസ് ആയിട്ടുള്ള എന്ന് കാണുന്നു ഓഫറാണ് വരുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഒരുപാട് നിങ്ങൾ ഹാപ്പി ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ. ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണെന്ന് പറയുന്നത്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ,
ഓക്കെ, ഈ പറഞ്ഞ പോലെ നിങ്ങളിത് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അത് ജോലി ആയി കൺഫേം ആകുന്നത് വരെ അധികാരോടും പറയാതിരിക്കുക. കാരണം നിങ്ങളുടെ ചുറ്റും ഉള്ള ചില വ്യക്തികൾ, എനിക്ക് നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. നിങ്ങളുടെ ബന്ധുക്കളിൽ ചിലർക്ക് അങ്ങനെ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയാൽ, നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ അതിന് ശ്രമിക്കുന്നു എന്ന് അവർക്ക് അറിയുന്നുണ്ടാകാം. ഓക്കെ, അവർ ചിലപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ കിട്ടട്ടെ, എത്രയും പെട്ടെന്ന് കിട്ടട്ടെ, ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ അങ്ങനെ കെട്ടിപ്പോവാണ്ടിരിക്കട്ടെ എന്നാവും അവരുടെ ചിന്ത. മനസ്സിലായോ? അവരാഗ്രഹിക്കുന്നില്ല, ജെനുവൻലി അവരാഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു കരിയറൊക്കെ അബ്രോഡ് കിട്ടി നിങ്ങളോട് സെറ്റിൽ ആവണമെന്ന് അവരാഗ്രഹിക്കുന്നേ ഇല്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ പറയുന്ന ആളുകളോട് അധികം അത് പറയാതിരിക്കുക, ആരോടും പറയാതിരിക്കുക. അതാണ് ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഈ ഒരു നിങ്ങളോട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്യൂച്ചറിനെ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോഗ്രസ്, നിങ്ങളുടെ കരിയറിൽ ഡെഫിനറ്റ്ലി ഒരു പ്രോഗ്രസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക, നിങ്ങൾക്ക് 2 ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഓക്കെ, ഒന്ന് നാട്ടിൽ തന്നെയുള്ള അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, ഒന്ന് അബ്രോഡായിട്ടുള്ളതായിരിക്കും. ഈ അബ്രോഡായിട്ടുള്ളത് നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്തായിരിക്കും. പക്ഷെ അത് ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങളാണ് ഡിസിഷൻ എടുക്കേണ്ടത്. നിങ്ങളോട് കുറച്ച് ക്ഷമ കാണിക്കാൻ പറയുന്നുണ്ട്, പേഷ്യൻസ് ആയിരിക്കണം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ് നാളെ കിട്ടുമെന്നല്ല പറയണേ. ഈ വർഷം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ധൈര്യത്തോടെ ഇരിക്കുക, ക്ഷമയോടെ ഇരിക്കുക. ഈ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ധൈര്യമായിട്ട് അതുമായി മുന്നോട്ട് പോവുക. ഓക്കെ, ആ ഒരു എന്താ പറയുക, ഒരു കുറച്ച് അഡ്വഞ്ചറസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്. പക്ഷേ നിങ്ങളത് ഒരുപാട് എൻജോയ് ചെയ്യും എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എന്താ പറയണ്ടേ, യെസ് ഡെഫിനറ്റ്ലി ഒരു യാത്ര, റിലൊക്കേഷൻ ഒക്കെ എന്തായാലും ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചിലപ്പോൾ ഒട്ടും പോയി പരിചയമില്ലാത്ത രാജ്യമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ പുതിയ കൾച്ചർ, പുതിയ രീതികൾ, അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ്ലി ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള എനർജിയാണ്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ പെട്ടെന്ന് ക്യാപ്സ്യൂൾ ക്ലൂസ് എടുത്തു. നിങ്ങൾക്ക് സ്പെസിഫിക്കലി ജൂൺ മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് ഞാൻ ഇനിയൊരു കാറ്റഗറി കൂടി ഉണ്ട് ആക്ച്വലി, നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് എടുക്കേണ്ടതുണ്ട്. പക്ഷേ പെട്ടെന്ന് എൻ്റെ കൈ തന്നെ പോയി ആ ക്യാപ്സ്യൂൾ ക്ലൂസ് എടുത്തിട്ട് ഷഫിൾ ചെയ്തു തുടങ്ങി. ഈ ഒരു മന്ത് വീണതിന് ശേഷമാണ് ഞാൻ അയ്യോ ഇതെന്താ ഞാൻ ഇപ്പോൾ ചെയ്യണേ എന്ന് ചിന്തിച്ചത്. അപ്പോൾ ജൂൺ മാസം നിങ്ങൾക്ക് ഈ പറഞ്ഞ കാറ്റഗറിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം. നിങ്ങളോട് സമാധാനമായിട്ടിരിക്കാനാണ് പറയണേ. കിട്ടില്ലാവോ ഭയങ്കര ടെൻഷനുണ്ട്. ഓക്കെ, നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നില്ല, നിങ്ങൾ ഫുൾ ടൈം ഇങ്ങനെ ഇതിനായി നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുക എന്നാണ് ഞാൻ കേൾക്കുന്നത്. ദയവേത് അങ്ങനെ ചെയ്യാതിരിക്കുക. ആവശ്യത്തിന് വിശ്രമം എടുക്കണം, സമാധാനിച്ചിരിക്കൂ, ആത്മവിശ്വാസത്തോടെ ഇരിക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തായാലും നടന്നിരിക്കും. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റം എന്തായാലും നടന്നിരിക്കും. കണ്ടോ, ആ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് എക്സൈറ്റ്മെൻറ്റ് തരുന്ന ആ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി, അബ്രോഡായിട്ടുള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ഇത് കാണുന്നില്ല. പക്ഷേ നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കണം. ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നൽ വേണ്ട. നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു കൺഫ്യൂഷൻ, സ്റ്റാഗ്നൻസി, അതുപോലെ ഒരു ലാക്ക് ഓഫ് സപ്പോർട്ട്, ഫൈനാൻഷ്യൽ സ്കേഴ്സിറ്റി, ഇതെല്ലാം ഈ വർഷം ഇല്ലാണ്ടാവുകയാണ്. അത് ആ ഒരു എനർജി, ആ ലോ വൈബ്രേഷൻ എനർജികൾക്ക് തകർന്ന് പോയിട്ട് വളരെ സമാധാനം നിറഞ്ഞ, വളരെ എക്സൈറ്റ്മെൻറ്റ് നിറഞ്ഞ ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുന്ന ഒരു വർഷമാണ് 2025. എസ്പെഷ്യലി നിങ്ങളുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്ത് വരുന്നൊരു വർഷമാണ്. അപ്പോൾ ഈ മാറ്റങ്ങളെയൊക്കെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, സറണ്ടറായിട്ട് മുന്നോട്ട് പോകാനായിട്ടും യൂണിവേഴ്സ് പറയുന്നു. ഇനി ലാസ്റ്റത്തെ കാറ്റഗറി ബിസിനസ്. ഓക്കെ, ബിസിനസ് ചെയ്യുന്നവർ, ബിസിനസ് ഈ വർഷം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ബിസിനസ് ഏതെങ്കിലും ഒരു ബിസിനസ്, ഒരു സർവീസ് ഓറിയൻറ്റഡോ അല്ലെങ്കിൽ ഫ്രീലാൻസിങ്, അതുപോലെ തരത്തിൽ ബിസിനസ്സാണല്ലോ, ഒരു ബിസിനസ് മെയിൻ പ്രൊഫഷനായിട്ടുള്ള ഒരു സൈഡ് പ്രൊഫഷനായിട്ട് കൊണ്ടു നടക്കുന്നവർ, നിങ്ങൾക്ക് ഈ ഒരു വർഷം നിങ്ങളുടെ ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് 5 of Wands ആണ് കിട്ടിയിട്ടുള്ളത്. കുറച്ചൊരു ലാക്ക് ഓഫ് ക്ലാരിറ്റി, ഒരു കൺഫ്യൂഷൻ, ഭയങ്കര കോമ്പറ്റീഷൻ നിങ്ങൾ ഫേസ് ചെയ്യും ഈ ഒരു വർഷം എന്ന് ഞാൻ കാണുന്നു. ഓക്കെ, പക്ഷേ നിങ്ങൾ ആ കോമ്പറ്റീഷനൊക്കെ നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, കുറച്ച് സർപ്രൈസസ് ഉണ്ട് നിങ്ങൾക്ക്. എന്തായാലും ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ടൈമാണ്. നിങ്ങൾ എന്താണോ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ആ റിയാലിറ്റി, നിങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന റിയാലിറ്റി എന്താണോ അതെന്തായാലും നടന്നിരിക്കും. ഓക്കെ, ഈ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമമോ കാര്യങ്ങളോ നിങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് മുൻപ്. ഓക്കെ, കുറച്ച് സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരുന്നുവെങ്കിൽ ആ സ്ട്രഗ്ലിംഗ് ഫേസ് അവസാനിക്കുന്ന ഒരു വർഷമാണ് ഈ വർഷം. ഈ വർഷത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ഹാർമോണിയസ് ആയിരിക്കും, വളരെ ബാലൻസ് ഉണ്ടായിരിക്കും.
പിന്നെ ഒരു എന്താ പറയുക കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ കൂടാതെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന അല്ലെങ്കിൽ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നു. ഓക്കെ, അതായത് എത്ര ചാലഞ്ചസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അത് വളരെ ഒരു മിറാക്കുലസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും, അല്ലെങ്കിൽ മാജിക്കലായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ ആ പുറത്തേക്ക് വരുന്നത്, നിങ്ങൾ ആ ചാലഞ്ച് കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചാലഞ്ച് നിങ്ങൾ കാണുമ്പോൾ ഇത് എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് വരുമെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുകയാണെങ്കിലും നിങ്ങൾ പോലും അറിയാതെ വളരെ എളുപ്പത്തിൽ നിങ്ങൾ അതിൽ നിന്ന് വിജയകരമായിട്ട് ആ ഒരു ചാലഞ്ചിനെ ഓവർകം ചെയ്ത് വരുന്ന ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ത്രൂ ഔട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു സ്വസ്ഥതയും സമാധാനമൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ എങ്ങനത്തെ ബിസിനസ്സിൽ വളർച്ച ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ നടക്കാൻ ഇത്തിരി ഒരു വെയിറ്റിംഗ് അല്ലെങ്കിൽ ഡിവൈൻ ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സമയത്തായിരിക്കില്ല കാര്യം നടക്കുക, ഡിവൈൻ ടൈമിങ്ങിലായിരിക്കും നടക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താണോ നിങ്ങളുടെ റിയാലിറ്റി, ബിസിനസ് എങ്ങനെയാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നു. ആത്മവിശ്വാസത്തോടെ മാനിഫെസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ വർഷത്തോടെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിൽ മാറ്റമുണ്ടാകും. നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശവും നോക്കൂ, മജീഷ്യൻ തന്നെയാണ്. മാനിഫെസ്റ്റ് മാനിഫെസ്റ്റ് മാനിഫെസ്റ്റ്, നിങ്ങളോട് അതാണ് പറയുന്നത്. ഓക്കെ, മാനിഫെസ്റ്റ് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു ഇത് വിട്ട് കളയരുത്. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പറയുന്നു. കാരണം നിങ്ങൾ ഇതിലൊരു ലീഡർ, ഈ ഒരു ബിസിനസ്സിൽ ഒരു ടോപ്പ് ബിസിനസ്മാൻ ആകാൻ അല്ലെങ്കിൽ ബിസിനസ് വുമൺ ആകാൻ ഉള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. നിങ്ങളിപ്പോൾ കഷ്ടപ്പെടുന്നതിന് ഉള്ള ഫലം നിങ്ങൾക്ക് എന്തായാലും ലഭിച്ചിരിക്കും. ഒരു ചെറിയ ചാലഞ്ച് വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ചാലഞ്ച് ഉണ്ടാകുമ്പോഴേക്കും എന്ത് ചെയ്യരുത്, ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് സ്ട്രെസ് ചെയ്ത് മുന്നോട്ട് പോകരുതെന്ന് പറയുന്നു. പിന്നെ പറഞ്ഞ പോലെ ഒരുപാട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന നല്ല നല്ല വാർത്തകൾ വരും. നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ ബിസിനസ് വളരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഹെൽത്തിനൊക്കെ കോംപ്രമൈസ് ചെയ്ത് മര്യാദയ്ക്ക് റെസ്റ്റ് എടുക്കാതെ ഭക്ഷണം കഴിക്കാതെ വർക്ക് ചെയ്യുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ അതൊന്നും പാടില്ല. നിങ്ങൾ കൃത്യമായി ഭക്ഷണമൊക്കെ കഴിച്ച് ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട്. എന്തൊക്കെ കോമ്പറ്റീഷൻ കണ്ടാലും എന്തൊക്കെ ഒരു സ്ട്രഗിൾസ് ഉണ്ടെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരും, എന്തായാലും പുറത്തു വരും. ഫൈറ്റ് ചെയ്യുക. ഓക്കെ, ഒരു കാരണവശാലും അത് വിട്ടുകൊടുക്കാതെ ഇരിക്കുക. ഇതാണ് പറയുന്നത്. ആ ഒരു കോമ്പറ്റീഷനോ ചാലഞ്ചോ വരുമ്പോഴേക്കും തളർന്നു പോകരുത്, ഫൈറ്റ് ചെയ്യണം എന്ന് പറയുന്നു. ഇനി നിങ്ങൾക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്ലൂസൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് ഇനി കിട്ടിയിട്ടുള്ളത് ലിയോ പ്ലേസ്മെൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലിയോ പ്ലേസ്മെൻറ്റ്, സൺ മൂൺ റൈസിങ് ലിയോ പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, സോഡിയാക് സൈൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് 2 സീസൺസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് സമ്മർ സീസൺ ആണ്, പിന്നെ സ്പ്രിങ് സീസൺ ആണ്. അപ്പോൾ സമ്മർ സ്പ്രിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയം ഇനി അങ്ങോട്ടൊരു മാർച്ച് പകുതി തുടങ്ങി ഏപ്രിൽ മെയ് ഒക്കെ ആ ഒരു ടൈമാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ഈ ഒരു കരിയറിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നു. പിന്നെ നമുക്ക് സൺഡേ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ജനിച്ച ദിവസം സൺഡേ ആയിരിക്കാം, അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസത്തിന് നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് എന്തൊരു പ്രത്യേകതയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ആൽഫബറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ മാസങ്ങൾ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് സെപ്റ്റംബർ, ഒക്ടോബർ, പിന്നെ ജൂലൈ. അപ്പോൾ ഈ മാസങ്ങളിൽ നിങ്ങളുടെ ജനനമാസം ഉണ്ടായിരിക്കാം. പിന്നെ ഈ മാസങ്ങൾ ഈ വർഷം നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള തീയതികൾ 14, 27, 15, 8, 13. ഈ ദിവസങ്ങൾ ഈ മാസങ്ങളിൽ ചിലപ്പോൾ നിങ്ങളുടെ ജനന തീയതി ഉണ്ടാവട്ടോ. അത് കൂടാതെ ഈ 3 മാസങ്ങളിൽ ഈ തീയതികളും പിന്നെ ഈ വർഷം പൊതുവെ ഈ തീയതികൾ എല്ലാ മാസത്തെയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു സ്പ്രിംഗ് സീസൺ സമ്മർ സീസണിലൊക്കെ ഉള്ള മാസങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ് അല്ലെങ്കിൽ കരിയറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയുന്ന ഓപ്പർച്യൂണിറ്റി വരുന്നതൊക്കെ ഈ പറയുന്ന ദിവസങ്ങളിൽ ഇതിലെല്ലാം ഒന്നാകാം. ഇനി നമുക്ക് ഇനീഷ്യൽസ് കിട്ടിയിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട്, US, X, I, K, G. അപ്പോൾ നിങ്ങളുടെ ആൽഫബറ്റ്സ് ഇതിലേത് നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യലോ മിഡിൽ നെയിം ഇനീഷ്യലോ ലാസ്റ്റ് നെയിം ഇനീഷ്യലോ അല്ലെങ്കിൽ ഇത് 3 ഇതിൽ 2 ഒക്കെ ഉണ്ടാവാം കേട്ടോ. അതും നിങ്ങളുടെ എങ്ങനെയാണോ റെസനേറ്റ് ചെയ്യുന്നത് അതുപോലെ സ്വീകരിക്കുക.
അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. നിങ്ങൾ ഈ റീഡിംഗ് മുഴുവൻ കേട്ടിരുന്നതിനും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിൽ പിൻ കമൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരുന്നു. നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ മനസ്സിന് സംതൃപ്തി തരുന്ന രീതിയിൽ കരിയറിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന, പുരോഗതി ഉണ്ടാകുന്ന ഒരു 2025 ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3, നമസ്കാരം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നിങ്ങൾ ഈ പർട്ടിക്കുലർ പൂവാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ കരിയർ ഈ 2025 എങ്ങനെയായിരിക്കും എന്നാണ്. അപ്പോൾ മറ്റ് 2 ഗ്രൂപ്പുകൾ ചെയ്ത പോലെ നമ്മൾ മൊത്തം കളക്ട് ചെയ്യുന്ന സബ്സെക്ഷൻസ് ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുക അൺഎംപ്ലോയിഡ് ആയിട്ടുള്ളവർക്ക് 2025 എങ്ങനെയായിരിക്കും എന്ന് നോക്കുന്നു. പിന്നെ എംപ്ലോയിഡ് ആയിട്ടുള്ളവരുടെ കാര്യമാണ് നോക്കുന്നത്. പിന്നെ എംപ്ലോയിഡ് ആയിക്കോട്ടെ അൺഎംപ്ലോയിഡ് ആയിക്കോട്ടെ അബ്രോഡ് ഒരു ജോബിനും അവിടെ സെറ്റിൽ ആവാനും ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഉള്ള റീഡിംഗ് ആണ് പിന്നത്തെ സെക്ഷനിൽ നമ്മൾ നോക്കുന്നത്. ലാസ്റ്റ് ബിസിനസ് ചെയ്യുന്നവരും ഈ വർഷം ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ബിസിനസ് ഒരു സൈഡ് ഹസിലായിട്ട് കൊണ്ടു നടക്കുന്നവർ, ഓക്കെ, ഈ കാറ്റഗറിയിലുള്ളവർക്ക് അവരുടെ 2025 എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള കളക്ടീവ്സ്, അവരുടെ കരിയറിനെ സംബന്ധിച്ച് അവർക്ക് ഈ 2025 എങ്ങനെയായിരിക്കും. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്ത ഓപ്പർച്യൂണിറ്റീസ്, ഓക്കെ, അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വർഷം എന്നാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ആ ഒരു എന്താ പറയുക സ്ട്രഗിൾസൊക്കെ നിങ്ങൾക്ക് എൻഡ് ചെയ്യാൻ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു ജോലി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രഗിൾ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, ഒരു സ്റ്റാഗ്നൻസി ഉണ്ട്, അതിൽ നിന്നൊക്കെ പുറത്ത് കടക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ നിങ്ങൾ എന്തിനാണോ വർക്ക് ചെയ്തത്, എന്തിനാണോ കാത്തിരുന്നത്, അതേ തരത്തിലുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നൊരു വർഷമാണ് 2025 എന്ന് കാണുന്നു. അതായത് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കാണും, നിങ്ങൾ അതിനെക്കുറിച്ച് അറിയും, അത് വേണോ, അത് എന്താ പറയുക അതുമ്മ വർക്ക് ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും നിങ്ങളുടെ ചോയ്സാണ്. അതെടുത്ത് പറയുന്നുണ്ട്, കാരണം നമുക്ക് 2 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്, നിങ്ങളാണ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് വരികയും അത് വേണോ വേണ്ടതെന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു വർഷമാണെന്ന് കാണുന്നു. നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക വരുന്ന ഓപ്പർച്യൂണിറ്റീസിന് നിങ്ങളുടെ ആ ഒരു സ്ട്രഗിൾസും നിങ്ങളുടെ ഒരു സ്റ്റാഗ്നേഷനൊക്കെ എൻഡ് ചെയ്യാനുള്ള ഒരു എന്താ പറയേണ്ടത് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. അതെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ നിങ്ങൾ വർക്ക് ചെയ്തത്, ആഗ്രഹിച്ചത്, കാത്തിരുന്നത്, അതൊക്കെ വരുന്ന നിങ്ങളിലേക്ക് നിങ്ങൾ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് കാണുന്നുണ്ട്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോളൊക്കെ ലഭിക്കുന്നുണ്ടാകാം. അപ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കാൻ, അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണെന്ന് എടുത്തെടുത്ത് പറയുന്നു. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ എന്തിനു വെയിറ്റ് ചെയ്ത നിങ്ങൾ ഓപ്പർച്യൂണിറ്റീസ്, ജോലിക്കുള്ള അവസരങ്ങൾ വരുന്ന ഒരു വർഷമാണ് 2025. ആ ഒരു സ്റ്റാഗ്നേഷനൊക്കെ അവസാനിക്കുന്ന ഒരു വർഷമാണ് 2025 എന്നാണ് എനിക്ക് കാണാനുള്ളത്. അപ്പോൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവരുത്, ഒരുപാട് എന്താ പറയുക സ്ട്രെസ്ഡ് ആവരുത് എന്നൊക്കെ എടുത്ത് പറയുന്നു. ഈ അവസരങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാലും വളരെ എളുപ്പത്തിലൊന്നും ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുക, കുറച്ച് കോമ്പറ്റേറ്റീവ് ആയിരിക്കും. ആ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെ വിട്ട് കളയരുത്. ധൈര്യമായിട്ട് യൂണിവേഴ്സിൽ എല്ലാം സമർപ്പിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ പോകുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല നല്ല വാർത്തകൾ കേൾക്കാനായിട്ട് സാധിക്കുക. പിന്നെ മാത്രമല്ല കരിയറിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സെൽഫ് പ്രയോറിറ്റൈസ് ചെയ്യാൻ മറക്കരുതെന്ന് പറയണു. നിങ്ങൾ ഈ ഒരു കരിയറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ലൈഫിലൊരു കൃത്യമായ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ റെസ്റ്റ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. നിങ്ങൾ എത്രത്തോളം ഓർഗനൈസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നു അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിനെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയണം. ഓക്കെ, നിങ്ങൾക്ക് ഈ കിട്ടുന്ന അവസരങ്ങളിലൂടെ ആക്ച്വലി നിങ്ങളുടെ എന്താ പറയുക പാസ്റ്റ് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുള്ള കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വിഷമങ്ങൾ, കഷ്ടതകൾ,
ഇതിനോടൊക്കെ നിങ്ങൾക്ക് ഗുഡ് ബൈ പറയാനൊരു അവസരമുണ്ട്. ഓക്കെ, അപ്പോൾ അത് വേണോ വേണ്ടയോ, ആ ഒരു അവസരം കിട്ടുമ്പോൾ ശരി ഈ പാസ്റ്റിനോട് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാം എന്ന് വേണോ വേണ്ടോ തീരുമാനിക്കുന്നത് നിങ്ങളാണെന്ന് പറയുന്നു. അപ്പോൾ അതായത് നല്ലൊരു അവസരം കിട്ടി നിങ്ങൾ മുന്നോട്ട് പോയാലും പിന്നെയും പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന ടെൻഡൻസി കഴിവതും ഒഴിവാക്കുക. അത് ഒഴിവാക്കുന്നതും ഒഴിവാക്കാതിരിക്കുന്നതും നിങ്ങളുടെ ഇഷ്ടം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. കാരണം നിങ്ങളുടെ ലൈഫിൽ ആ കരിയറിൽ കൂടുതൽ ഒരു സ്റ്റെബിലിറ്റി വേണം എങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആ സ്റ്റെബിലിറ്റി നിങ്ങൾ ഫുൾ എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു കഴിഞ്ഞു പോയ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള അവസരങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്തിരിക്കണം. അപ്പം അതിനായിട്ട് അത് അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് യൂണിവേഴ്സ് പറയുന്നു. ഇനി നിങ്ങൾ എംപ്ലോയിഡ് ആണെങ്കിൽ നിങ്ങളുടെ 2025 എങ്ങനെയാവുമെന്ന് നോക്കാം. ഗ്രൂപ്പ് 3 എംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തികൾ, ഓക്കെ, അവർക്ക് അവരുടെ കരിയറിനെ സംബന്ധിച്ച് 2025 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ഡിസയർ ചെയ്യുന്നത് നിങ്ങളുടെ ജോലിയിൽ, അത് നിങ്ങൾ സക്സസ്ഫുള്ളി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു വർഷമാണ് 2025. നിങ്ങൾക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം, ഓക്കെ, യെസ്, വാ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ വളരെ തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ഫ്രീഡമാണ്. ആ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്, അത് നിങ്ങൾ സക്സസ്ഫുള്ളി നിങ്ങളുടെ 3D റിയാലിറ്റിയിലേക്ക് അത്തരത്തിലൊരു അവസരം അല്ലെങ്കിൽ അത്തരത്തിലൊരു മാറ്റം നിങ്ങളുടെ കരിയറിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു വർഷമാണ് നിങ്ങളുടെ 2025. നിങ്ങളുടെ ജീവിതശൈലിയിലൊക്കെ കാര്യമായ മാറ്റം ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഇതിനായിട്ട് ഒരുപാട് നാളെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നു എന്നാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ഈ ഒരു ലക്ഷ്യത്തിനെ നിങ്ങൾ ഒരിക്കലും വിട്ട് കളഞ്ഞിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ ഏതെങ്കിലും ഒരു മെൻറ്റർ, നിങ്ങളൊരു ബോസ്, നിങ്ങളുടെ ഒരു സീനിയർ മോസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ, ഓക്കെ, അവരിലൂടെയാണ് ഇത് വരുന്നതെന്ന് കാണുന്നു. ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ലോങ് ടേം ബ്ലെസ്സിങ് പോലെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഷിഫ്റ്റ് വരുന്നത്. അപ്പോൾ അവർ ഇൻവോൾവ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഒരു ചിലപ്പോൾ നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സോ പ്രൊഫസേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ തന്നെ നിങ്ങൾക്ക് മുന്നേ പരിചയമുള്ള ഒരു സീനിയർ മോസ്റ്റ് പേഴ്സൺ, ഓക്കെ, സീനിയർ ലെവലിൽ ഇരിക്കുന്ന ഒരാൾ, അവരാണ് നിങ്ങളൊരു മെൻറ്റർ, ഒരു ഗൈഡൊക്കെ ആയിട്ട് കാണുന്ന വ്യക്തി. അവരാണ് നിങ്ങളെ എന്തായാലും ഈ ഒരു അവസരം, നിങ്ങൾ ആഗ്രഹിക്കുന്ന അവസരം നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നതിൽ അവരൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുന്നു, കൂടുതൽ ലക്ഷറീസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്നു, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിലും മാറുന്നു, നിങ്ങളുടെ ആ ഒരു ലൈഫിൽ വളരെ നിങ്ങൾ റിലാക്സ്ഡ് ആവുന്നു, ഹാപ്പി ആവുന്നു. നിങ്ങളുടെ കരിയർ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണോ പ്രോഗ്രസ് ചെയ്യുന്നത്, ആ കരിയറിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണോ അതിൽ നിങ്ങൾ സമ്പൂർണ്ണ സംതൃപ്തരായിരിക്കും. അതാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളോട് പറയുന്നത് ഈ ഒരു റിയാലിറ്റി, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ ഉറപ്പായും അവിടെ ഒരു റീഅറേഞ്ച്മെൻ്റ് ഉണ്ട്, ഡിവൈൻ ഇൻ്റർഫിയറൻസ് ഉണ്ട്. അപ്പോൾ അത് നടക്കുമ്പോൾ നിങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ അതിനൊരു സറണ്ടറായി മുന്നോട്ട് പോകാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ആത്മവിശ്വാസം ഒരു വലിയ കൈമുതലായിരിക്കും. നിങ്ങൾ ഒരിക്കലും, ഓക്കെ, എന്തൊക്കെ ഉണ്ടായാലും നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ കൈവെടിയരുതെന്ന് പറയുന്നു. പിന്നെ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ നടക്കുന്നൊരു വർഷമാണ്. കരിയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുന്നൊരു വർഷമാണ് 2025 എന്നൊരു എന്താ പറയണ്ടേ, അങ്ങനത്തെ ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം. ആ ഒരു ബെസ്റ്റ് കേസ് സിനാരിയോയിൽ എപ്പോഴും ഫോക്കസ് ചെയ്യാനായിട്ട് പറയുന്നു. ഓക്കെ, പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ സെൽഫ് കെയർ ആക്ടിവിറ്റീസ് അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ്, കൺസിസ്റ്റൻ്റായി ചെയ്യണം. നിങ്ങൾ കൂടുതൽ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങളിലും നിങ്ങളുടെ ഹെൽത്തിലും ഒക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നും കൂടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ കരിയറിൽ നല്ല നല്ല ഡിസിഷൻസ് എടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി നമ്മൾ പറഞ്ഞ ഒരു പാസ്റ്റ് പേഴ്സൺ, ഓക്കെ, അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്നു. പിന്നെ നിങ്ങളുടെ ജോലിയിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു റീഅറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു എൻഡിങ്ങും ന്യൂ ബിഗിനിങ്ങും ഒക്കെ അവിടെ ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പോൾ അവസാനിച്ച് പോകുന്ന അധ്യായങ്ങളിലെ നല്ല ഓർമ്മകൾ, നല്ല അനുഭവങ്ങൾ അത് തന്നെ ചെറിഷ് ചെയ്യാം നിങ്ങൾക്ക്, ഓഫ് കോഴ്സ്. ഓക്കെ, അത് മാത്രമേ നിങ്ങൾ ചെറിഷ് ചെയ്യാൻ പാടുള്ളൂ. നിങ്ങളെ വേദനിപ്പിച്ച അനുഭവങ്ങളെയൊന്നും നിങ്ങൾ ദയവ് ചെയ്ത് ചെറിഷ് ചെയ്യാൻ പാടില്ല, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പാടില്ല എന്ന് എടുത്ത് പറയുന്നു. പിന്നെ അതെ, ആ ഒരു എനർജി ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ഇരിക്കാനായിട്ട് പറയുന്നു. യൂണിവേഴ്സിൽ അത് കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ്. അങ്ങനെ പോകുമ്പോൾ തന്നെ
നിങ്ങൾക്ക് എന്താ പറയുക, എന്തൊക്കെ ചെയ്യണം, ഓരോ സമയത്തും ഓരോ സന്ദർഭത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ എടുക്കേണ്ട ഡെസിഷൻ, എന്ത് സ്റ്റെപ്പാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടാവും. ഓക്കെ, എത്രത്തോളം നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ആയി പോകുന്നു അത്രത്തോളം നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി ക്ലിയർ ആയിരിക്കും. കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും എന്നാണ് ഞാൻ കാണുന്നത്. ഇനി എംപ്ലോയിഡ് അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് 3യിലുള്ള കളക്റ്റീവ്സ്, അവർ പുറമെ വിദേശ രാജ്യത്ത് ജോലി കിട്ടി അവിടെ സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സ്പെസിഫിക് കളക്റ്റീവ്, അവരെ സംബന്ധിച്ച് അവരെ കരിയറിൽ ഈ 2025 എങ്ങനെയായിരിക്കും? നിങ്ങളെ സംബന്ധിച്ച് വളരെ സക്സസ്ഫുൾ ആകുമെന്ന് കാണുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ നേടിയെടുക്കും, നിങ്ങൾ ആഗ്രഹം നേടിയെടുക്കും. കുറച്ചൊന്ന് നിങ്ങൾ അതിനായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, കോമ്പറ്റീഷൻ ഉണ്ടാകുന്ന കാണുന്നത്. പക്ഷേ നിങ്ങൾ ആ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഇൻ്റർവ്യൂസ് ഒരുപാട് പേരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു പോസ്റ്റ് എന്ന് കാണുമ്പോൾ നിങ്ങളിങ്ങനെ പേടിച്ച് പിന്മാറരുത്. ഓക്കെ, ഇതെന്തായാലും എനിക്ക് കിട്ടും, ഞാൻ എന്തായാലും ഈ അവസരം യൂസ് ചെയ്യും എന്ന് പറഞ്ഞ് വളരെ ആത്മവിശ്വാസത്തോടെ വളരെ ധൈര്യത്തോടെ മുന്നോട്ട് പോകേണ്ടതാണെന്ന് പറയുന്നു. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ലക്ഷ്യം നിങ്ങൾ കൈവിടാനേ പാടില്ല. ഓക്കെ, എത്ര ചാലഞ്ചിങ് ആയി തോന്നിയാലും, എത്ര നിങ്ങളുടെ എന്താ പറയുക നിങ്ങളെ പരീക്ഷിക്കുകയാണെന്ന് തോന്നിയാലും നിങ്ങളിത് കൈവിട്ട് കളയാനേ പാടില്ല. നിങ്ങളുടെ ലക്ഷ്യം ഈ പറഞ്ഞ പോലെ വിദേശത്ത് പോവുക, അവിടെ ജോലി കിട്ടുക, അവിടെ സെറ്റിൽ ആവുക, അതിൽ തന്നെ ഉറച്ചു നിൽക്കുക, എന്നിട്ട് പ്രവർത്തിക്കുക. ഓക്കെ, അത് കിട്ടുന്നുള്ള ഒരു ഉറപ്പിൽ തന്നെ മുന്നോട്ട് പോവുക, അത് കിട്ടിയിരിക്കും. നിങ്ങളതിൽ സക്സസ്ഫുൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ആ കിങ് ഓഫ് വാൺസിൻ്റെ ഒരു എന്താ പറയണ്ടേ പോലെ തന്നെ നിങ്ങൾ സക്സസ്ഫുൾ ആയിരിക്കും, നിങ്ങൾ ഡെഫിനറ്റ്ലി അതിൽ വിജയിച്ചിരിക്കും. കിങ് ഓഫ് വാൺസിൻ്റെ ഏതുപോലുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണം. കിങ് ഓഫ് വാൺസിൻ്റെ ആത്മവിശ്വാസം എങ്ങനെയാണെന്ന് വെച്ചാൽ, കിങ് ഓഫ് വാൺസിൻ്റെ വിശ്വാസം അവരെന്ത് ചെയ്യുന്നു അതിലവർ വിജയിച്ചിരിക്കും, എന്തിനു വേണ്ടി അവർ പരിശ്രമിക്കുന്നു അതിലവർ വിജയിച്ചിരിക്കും. അതിലൊരു വേറൊരു സിനാരിയോ ഇല്ല. ഓക്കെ, ഞാനൊരു കാര്യത്തിനായി ശ്രമിക്കുന്നു, അത് എൻ്റേതാണ്. അങ്ങനെയാണ് കിങ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജി. അത്രയുമാണ് അവരുടെ ആത്മവിശ്വാസം. അതുപോലെ ആയിരിക്കണം നിങ്ങൾ എന്ന് പറയുന്നു. നിങ്ങൾക്ക് എന്തായാലും ഒന്നിൽ കൂടുതൽ അവസരങ്ങളാണ് കാണുക. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പുരോഗതി തരുന്ന, നിങ്ങളുടെ ഫ്യൂച്ചറിന് കൂടുതൽ നല്ലതാകുന്ന ഓപ്പർച്യൂണിറ്റി വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ എന്ന് എടുത്ത് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ച് ഓർക്കുക, കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുക, ആ പരിപാടി പാടില്ല. നിങ്ങളങ്ങനെ ആ ഒരു കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയായിട്ട് മുന്നോട്ട് പോകുന്നതോടുകൂടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ അധ്യായങ്ങളൊക്കെ അടയുന്നതാണ്, അതിനെ വീണ്ടും തുറക്കാതിരിക്കുക എന്നും കൂടെ പറയുന്നു. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിൽ കാര്യങ്ങൾ മാറി വരുന്നുണ്ട്. ഒരു പുരോഗതി എന്തായാലും ഉണ്ട്, ഒരു റിന്യൂവൽ എനർജി, നിങ്ങൾക്കൊരു പുനർജന്മം കിട്ടിയൊരു എഫക്റ്റ് ആയിരിക്കും. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. ഡെഫിനറ്റ്ലി നിങ്ങളാണെങ്കിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾക്ക് ചോയ്സസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളത് തീരുമാനിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ഇനി കൺഫ്യൂസ്ഡ് ആവരുതെന്ന് എടുത്ത് പറയുന്നുണ്ട്. ഒരുപാട് അവസരമായിട്ട് പോയി ഇതിലേത് ഞാൻ നിങ്ങൾക്ക് അതിൽ നോക്കുമ്പോൾ അറിയാലോ, എന്താ പറയുക, ഏതാണോ നിങ്ങളുടെയൊക്കെ ഒരു ലക്ഷ്യം ഉണ്ടാവും. നിങ്ങൾ പുറമേ പോയി ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്. എന്തിനാണ് നിങ്ങളത് ആഗ്രഹിക്കുന്നത്? ആ ലക്ഷ്യങ്ങൾക്ക് നിറവേറ്റുന്ന ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരോഗതി തരുന്ന ഓപ്പർച്യൂണിറ്റി, അതിനെ ചൂസ് ചെയ്യാൻ മുന്നോട്ട് പോവുക. ടെൻഷൻ അടിക്കാൻ പാടില്ല എന്ന് വീണ്ടും പറയുന്നു. ഓക്കെ, നിങ്ങൾ എത്രത്തോളം റിലാക്സ് ചെയ്ത്, എത്രത്തോളം നിങ്ങൾ എന്താ പറയുക ശാന്തമായിട്ടാണോ നിങ്ങളുടെ ചാലഞ്ചസിനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റുക, അത്രത്തോളം നിങ്ങൾക്കത് അതിൽ നിന്ന് പുറത്തു വരുന്നത് എളുപ്പമായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വളരെയധികം മാറ്റം വരുന്ന ഒരു വർഷമാണ്, പ്രത്യേകിച്ച് കരിയറിനെ സംബന്ധിച്ച്. അപ്പോൾ ആ മാറ്റങ്ങൾ ആ വരുന്ന രീതിയിൽ തന്നെ നടക്കട്ടെ. അതിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അതിനെ എതിരെ നിൽക്കുകയോ അതിൽ നിന്ന് ഓടി ഒളിക്കുകയോ ചെയ്യരുതെന്ന് പറയുന്നു. പല അധ്യായങ്ങൾ അടഞ്ഞു പോകുന്നുണ്ട്, ചില അധ്യായങ്ങൾ തുറക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ നടക്കട്ടെ. ഓക്കെ, ഓരോ മാറ്റങ്ങൾ നടക്കുമ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങളായിരിക്കാം. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് എൻ്റെ ജീവിതത്തിൽ മൊത്തത്തിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ്, അതങ്ങനെ നടക്കട്ടെ. അങ്ങനൊരു മെൻറ്റാലിറ്റിയിൽ വേണം നിങ്ങൾ പുറത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങളത് ഫോക്കസ് ചെയ്യാനായിട്ട്, അതിനെ അഭിമുഖീകരിക്കാനായിട്ട്. ഓക്കെ, പിന്നെ വേൾഡ് കാർഡിൽ പറയുന്നത് തന്നെയാണ്, അടഞ്ഞു പോകുന്ന അധ്യായങ്ങൾ അത് അടഞ്ഞു പോകട്ടെ. അങ്ങനെ അത് അടഞ്ഞു പോകുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം നിങ്ങൾ പുതിയൊരു റിയാലിറ്റി, പുതിയൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് നിങ്ങൾ ചുവടുവയ്ക്കുന്നത്. അപ്പോൾ പല എനർജി, നിങ്ങളുടെ ലൈഫിലുള്ള പല എനർജി എന്ന് പറഞ്ഞാൽ അത് വ്യക്തികളാകാം, സാഹചര്യങ്ങളാകാം, അവരൊന്നും എന്താ പറയുക, ആ പറയുന്ന പുതിയ യാഥാർത്ഥ്യത്തിലേക്ക് വരാനായിട്ട്, നിങ്ങളുടെ കൂടെ വരാനായിട്ട് അവർ അലൈൻഡ് അല്ല, അവർ അത്രയും എനർജറ്റിക്കലി അപ്ഗ്രേഡഡ് അല്ല.
അപ്പോൾ അങ്ങനെയുള്ളവർ വന്നിട്ട് അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ പല അധ്യായങ്ങൾ അടഞ്ഞു പോകും. കാരണം അവർ ഇനി നമ്മൾ എടുക്കുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വരാൻ അവർക്ക് അതിനുള്ള അർഹതയില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇതൊരു പുതിയ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു. അപ്പോൾ വരുന്ന പുതിയ ആളുകളെ നിങ്ങൾ പരിചയപ്പെടുന്നു, പുതിയ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നു, പുതിയ ജീവിത രീതികൾ, പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. അതിനൊക്കെ ഉൾക്കൊള്ളാനുമുള്ള ഒരു തയ്യാറെടുപ്പ് നിങ്ങൾക്ക് വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും ഓവർസീസ് ട്രാവൽ ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു ചാലഞ്ചൊക്കെ ഫേസ് ചെയ്യണു എന്ന് പറഞ്ഞാലും അതൊക്കെ കഴിഞ്ഞ് നിങ്ങളിത് നേടിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ്ലി മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നു. അതും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കുള്ളൂ. ആ ബെസ്റ്റ് കേസ് സിനാരിയോ, ബെസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടേക്കാണോ ജോലിക്ക് നോക്കുന്നത് അവിടെ എനിക്ക് ജോലി കിട്ടി, ഞാൻ അവിടെ സെറ്റിൽ ആകുന്നു, എനിക്ക് എന്തായാലും ജോലി കിട്ടും, അത് ഉറപ്പുള്ള കാര്യമാണ്. എനിക്ക് വരുന്ന അവസരങ്ങളൊന്നും ഞാൻ വിട്ടുകളയില്ല, അവസരങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യും. അങ്ങനെ എനിക്ക് ആഗ്രഹിക്കുന്ന ജോലി കിട്ടും, ഞാൻ അവിടെ തന്നെ സെറ്റിലാവും, ഞാൻ ഈ വർഷത്തെ എന്തായാലും നടന്നിരിക്കും. പറ്റുകയാണെങ്കിൽ അതൊരു ബുക്കിൽ എഴുതി വെച്ചോളൂ. പിന്നെ ആ പേജ് മറച്ചു നോക്കരുത്, അത് എഴുതി വയ്ക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ എടുക്കുന്ന എഫേർട്സ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ ഒരു ജോലി കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതിൽ ഫോക്കസ് ചെയ്യാം. ഒരു മടി കൂടാതെ നല്ല ആത്മവിശ്വാസത്തോടെ നിങ്ങൾ എന്ത് ചെയ്യണം? അവസരങ്ങളെ നിങ്ങൾ തേടി പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവസരങ്ങൾ തേടി പോകാൻ തന്നെ വേണം. ഓക്കെ, ഒരു സ്ഥലത്തിരുന്നിട്ട് അവസരങ്ങളൊക്കെ എന്നെ തേടി വന്നോളും എന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ നമ്മളോട് പറയും, നീ ഒന്ന് അവിടെ അന്വേഷിച്ച് നോക്കൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കൂ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുമെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുക. മനസ്സിലായോ? മാനിഫെസ്റ്റ് ചെയ്യും വേണം. അതിൽ ഈ ഒരു കാര്യത്തിലായിരിക്കണം നിങ്ങളുടെ ഫുൾ ഫോക്കസ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. വീണ്ടും പറയുന്നുണ്ട്, കഴിഞ്ഞുപോയ കാര്യങ്ങൾ, ലൈഫിൽ തന്നെ കഴിഞ്ഞുപോയ അധ്യായങ്ങൾ, കുറേ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങൾക്കത് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ വ്യക്തികളായിട്ട് ഇടപഴകുമ്പോഴോ നിങ്ങൾക്ക് സന്തോഷം തരുന്നില്ല. അപ്പം അങ്ങനത്തെ അധ്യായങ്ങളൊക്കെ വിട്ടുകളയുക, അങ്ങനത്തെ ആളുകളുമായിട്ടുള്ള കോൺടാക്റ്റുകളൊക്കെ അവസാനിപ്പിക്കുക. ഇത് നിങ്ങളുടെ പുതിയ യാഥാർത്ഥ്യമാണെന്ന് വീണ്ടും പറയണു. ഇത് നിങ്ങൾക്കൊരു തരത്തിലൊരു പുനർജന്മമാണ്, റീബർത്താണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ തയ്യാറെടുക്കണം. അപ്പം നിങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുള്ള ആളുകളുണ്ട്, വിട്ടുകളയേണ്ട സാഹചര്യങ്ങളുണ്ട്, വിട്ടുകളയേണ്ട ഓർമ്മകളുണ്ട്. അതൊക്കെ നിങ്ങൾ വിട്ടുകളഞ്ഞ് ഇതിനു വേണ്ടി നിങ്ങൾ പൂർണ്ണമായും തയ്യാറാകുക. ഓക്കെ, യൂണിവേഴ്സ് ഈ ഒരു അവസരം എങ്ങനെ കൊണ്ടുവരുന്നു അത് അതുപോലെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നിങ്ങളും തയ്യാറാകണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി ലാസ്റ്റത്തെ കാറ്റഗറിയാണ്, അതായത് നിങ്ങളൊരു ബിസിനസ് പേഴ്സൺ, നിങ്ങളുടെ മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 9 to 5 ജോബ് ഉണ്ട്, പക്ഷേ നിങ്ങളൊരു സൈഡ് ഹസലായിട്ട് ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ വർഷം ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, നിങ്ങൾക്ക് ഈ ഒരു വർഷം നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഈ ഒരു വർഷം എങ്ങനെയായിരിക്കും എന്നാണ് നോക്കുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റിൽ നിന്നൊരു പുരോഗതി ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ബിസിനസ്സിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നൊരു വർഷമാണ്. ആ തീരുമാനങ്ങളെല്ലാം പുരോഗതിയാണ് കൊണ്ടുവരുന്നതെന്ന് കാണുന്നു. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്രാവശ്യം കാര്യമായ ഒരു ഫൈനാൻഷ്യൽ ഗെയിൻ ഈ ഒരു ബിസിനസ്സിൽ നിന്നുണ്ടായിരിക്കും. ഓക്കെ, സാമ്പത്തിക നേട്ടം ഈ ഒരു ബിസിനസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് കാണുന്നു. ചിലപ്പോൾ നിങ്ങളുടെ വീടൊക്കെ നിങ്ങൾ റെനോവേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ പ്രോപ്പർട്ടിയിലൊക്കെ ചിലപ്പോൾ ഒരു മാറ്റം വരുന്നത്, അല്ലെങ്കിൽ പുതിയ പ്രോപ്പർട്ടി വാങ്ങുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്ത നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമെന്ന് കാണുന്നു. ഒരുപാട് നിങ്ങൾ ആഗ്രഹിച്ച ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് ലൈഫിൽ വരുന്ന ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളൊരു ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ നടന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കുന്നൊരു വർഷമാണ് ഈ 2025. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് നിങ്ങൾ ആരെങ്കിലും പറ്റിക്കുകയോ നിങ്ങളെ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇനി നിങ്ങൾ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു പോയിന്റാണ്. പക്ഷേ എനിക്കിവിടെ കിട്ടുന്നത് നിങ്ങളാണ് വളരെ വിഷമിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ആരും പറ്റിച്ചിട്ടുണ്ട് ബിസിനസ്സിനെ സംബന്ധിച്ച്. ചിലപ്പോൾ ഒരു അവസരം നൽകാമെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് വന്നിട്ട് നിങ്ങളുടെ നിന്ന് പൈസ തട്ടുകയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ആ ചതിച്ചവർ അവരുടെ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്നത് ഈ വർഷമാണ്. അത് നിങ്ങൾ കാണുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ലോങ് ടേം ചേഞ്ച്, അതായത് ഈ ഒരു വർഷം നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് എന്നേക്കുമാണ്. ഓക്കെ, അപ്പോൾ കാര്യമായ അതൊരു സ്റ്റേബിൾ ബിസിനസ്സായിട്ട് ലൈഫ് ലോങ്ങിലേക്കുള്ള ഒരു ബിസിനസ്സായിട്ട് നിങ്ങളുടെ ബിസിനസ് മാറുന്നൊരു വർഷമാണ് ഈ വർഷം. അപ്പോൾ ഇത് കാലാകാലങ്ങളിലേക്കുള്ളതാണ് എന്ന് ഞാൻ കാണുന്നു. ഇത് കൂടുതൽ സ്റ്റേബിൾ ആകുന്നുണ്ട്. ഫൈനാൻഷ്യലി ഞാൻ പറഞ്ഞല്ലോ, ഫൈനാൻഷ്യലി കൂടുതൽ നിങ്ങൾക്ക് ഇന്നൊരു നല്ലൊരു നേട്ടം, സാമ്പത്തികമായിട്ട് ഒരു നേട്ടം ഉണ്ടാകുന്നു. നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇംപ്രൂവ് ആകുന്നതായിട്ട് കാണുന്നു.
സാമ്പത്തികമായിട്ടൊരു ചെറിയ പ്രശ്നം നിങ്ങൾക്ക് തുടക്കത്തിൽ ഉണ്ടായാൽ പോലും അങ്ങനെ ഒരു ചാലഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് വളരെ വിജയകരമായിട്ട് പുറത്തേക്ക് വരുന്ന ഒരു വർഷമാണ് ഈ ഒരു 2025. ഇപ്പോൾ കരിയറിനെ സംബന്ധിച്ച് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരുപാട് സ്ട്രഗിൾസ് എൻഡ് ചെയ്യുന്ന ഒരു വർഷമാണ്. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ഒരു സ്ട്രഗിൾ എന്തൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ അവസാനിക്കുന്ന ഒരു വർഷമാണ് ഈ 2025. ഓക്കെ, ആത്മവിശ്വാസം കൈവിടരുതെന്ന് പറയുന്നു. വളരെ ഒരു അതെ, നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് ചെറുതും വലുതുമായ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒക്കെ നിങ്ങൾ ആഘോഷിക്കുക. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇതൊരു സ്റ്റേബിൾ നിങ്ങളുടെ ലൈഫിൽ സാമ്പത്തികമായിട്ട് എന്നേക്കുമായിട്ട് ഒരു പ്രൊവൈഡ് ചെയ്യുന്ന കാലാകാലത്തിലേക്ക് നിലനിൽക്കുന്ന വളരെ വിജയകരമായൊരു ബിസിനസ്സായിട്ട് ഇത് മാറുകയാണ്. അങ്ങനെ ഒരു റിയാലിറ്റിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡിയാകുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിന് മുന്നേ ചെറിയ വലുതും ചെറുതുമായ മാറ്റങ്ങൾ ഉണ്ടാകും. ആ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ നിങ്ങൾ അക്നോളജ് ചെയ്യുക, ഈശ്വരനോട് നന്ദി പറയുക, അതൊക്കെ ആഘോഷിക്കുക. ഓക്കെ, നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിന് നല്ല രീതിയിലാണ് മാറ്റങ്ങൾ ഉണ്ടാവുക എപ്പോഴും. അപ്പോൾ എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് എന്നാണ് പറയണത്. ഓക്കെ, യൂണിവേഴ്സിൻ്റെതായ പ്ലാൻ ഉണ്ട്. അപ്പോൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക. യൂണിവേഴ്സ് പല അവസരങ്ങളും നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ല അവസരമാണ് കൊണ്ടുതരിക. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്താണ്, അതിനേക്കാളും ഒരു നല്ല രീതിയിലാണ്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക, വളരെ ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഇനി അങ്ങോട്ട് നല്ലതേ നടക്കുള്ളൂ, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെ ഉണ്ടാകുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കുള്ള എല്ലാ കാറ്റഗറിക്കും കൂടി, അതായത് ഗ്രൂപ്പ് 3ക്കുള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഒരുപാട് ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ട്യൂസ്ഡേ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചൊവ്വാഴ്ച നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ് ഈ ഒരു വർഷം നിങ്ങളുടെ ബിസിനസ്സിനെ സംബന്ധിച്ച്. അതുപോലെ സെപ്റ്റംബർ മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വാവ്, ഇത് അടുത്ത മാസം കിട്ടിയിട്ടുണ്ട്, മെയ് മാസം. ഇവിടെ ഞാൻ കിടക്കണ കണ്ടില്ല. അപ്പോൾ മെയ് മാസത്തിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിങ്ങൾക്ക് വളരെ സർപ്രൈസിങ് ആകുന്ന രീതിയിൽ ഒരു മാറ്റം എന്തോ ഉണ്ടാകുന്നുണ്ട്. കാരണം നിങ്ങളതിനെ ചിലപ്പോൾ നിങ്ങൾ അത് ആ ഒരു മാറ്റം നിങ്ങൾ തുടക്കത്തിൽ ശ്രദ്ധിച്ചില്ല എന്ന് തന്നെ വരും. ഓക്കെ, അങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിൽ നിങ്ങളുടെ ഏതെങ്കിലും നിങ്ങളുടെ ജനനമാസമായിരിക്കാം, അതും മനസ്സിലാക്കുക. പിന്നെ സ്പ്രിംഗ് സീസൺ, വസന്തകാലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു നിങ്ങളുടെ ബിസിനസ് മാത്രമല്ല നിങ്ങളുടെ ഒരു കരിയറിനെ സംബന്ധിച്ച്. ഓക്കെ, പിന്നെ നമുക്ക് സോഡിയാക് സൈൻ കിട്ടിയിട്ടുള്ളത് അക്വേറിയസ്, സാജിറ്റേറിയസ്, ഏരീസ്. ഇപ്പോൾ നിങ്ങളുടെ സൺ, മൂൺ, റൈസിങ് സോഡിയാക് സൈൻസിൽ ഈ പറഞ്ഞ ഏതെങ്കിലും പ്ലേസ്മെൻറ്റ്സ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഇനീഷ്യൽസ് ആണ് കിട്ടിയിരിക്കുന്നത്, എക്സ്, പി, പിന്നെ മെയ്, ക്യൂ. ഈ മെയ് മാസത്തിന് എന്തോ കാര്യമായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. എനിക്ക് മെയ് മാസം വീണ്ടും ആ ഒരു വാക്ക് തന്നെ ഇങ്ങനെ വായിൽ വരിക. അപ്പോൾ മെയ് മാസം നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചോളൂ, ഒന്ന് വേണമെങ്കിൽ ഒന്ന് കലണ്ടറിൽ സർക്കിൾ ചെയ്തിട്ടോളൂ. സംതിങ് ഈസ് ചേഞ്ചിങ്. അപ്പോൾ മെയ് മാസത്തിന് മുൻപ്, മെയ് മാസത്തിന് ശേഷം എന്ന് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കരിയറിനെ ബേസ് ചെയ്ത് പറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഓ, എസ്, പിന്നെ എം. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ, ഇതൊക്കെ ഇതിൽ ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിമിലത്തെ അക്ഷരങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, ഇനി കുറേ തീയതികൾ കിട്ടിയിട്ടുണ്ട്. ഞാനങ്ങനെ ചിലപ്പോൾ ആകെ മെസ്സിയായി പോകും, എന്നാലും ഇതെല്ലാം ഉൾപ്പെടുത്തണമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിട്ടുള്ള തീയതി 6, 12, 21, 7, 25, 27, 3, 11, 29, 28, 24, 17, 9. അതായത് എല്ലാ മാസത്തിൻ്റെ ആ ലാസ്റ്റ് 20-ാം തീയതിക്ക് ശേഷം പ്രത്യേകിച്ച് കാര്യമായിട്ടൊരു മാറ്റം ഒക്കെ കാണുന്നു. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളാണെങ്കിലും ഈ ഒരു എല്ലാ മാസത്തിൻ്റെയും ഒരു അവസാനത്തേക്ക്, പ്രത്യേകിച്ച് നമ്മുടെ സെപ്റ്റംബർ, മെയ് മാസത്തിൽ അവസാനത്തെ ഭാഗമായിട്ടുള്ളൂ 20-ാം തീയതി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മാറുന്നു, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതൊക്കെ ആയിട്ട് കാണാൻ സാധിക്കാം. നിങ്ങളുടെ ജനന തീയതി ഉണ്ടാവാട്ടോ, അതും ഒരു എക്സ്ട്രാ കൺഫർമേഷൻ ആയിട്ട് എടുക്കുക.
അപ്പോൾ ഈ ഒരു തീയതികൾ ഈ ഒരു വർഷം മുഴുവനും എല്ലാ മാസങ്ങളിലും ഈ ഒരു തീയതികൾ നിങ്ങൾക്കൊരു പ്രത്യേക ശ്രദ്ധ വേണം. പിന്നെ പ്രത്യേകിച്ച് 20-ാം തീയതി കഴിയുമ്പോൾ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ സെപ്റ്റംബർ മാസത്തിലും മെയ് മാസത്തിലും നിങ്ങൾ ഈ തീയതികൾക്ക് പ്രത്യേക പ്രാധാന്യം നിങ്ങളെ കരിയറിനെ സംബന്ധിച്ചുണ്ട്. അതെങ്ങനെ വേണമെങ്കിലും ആകാം. ഓക്കെ, ചിലപ്പോൾ ഒരു ചെറിയ ഷിഫ്റ്റ് നടക്കുന്നതായിരിക്കാം, ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കരിയറിലേക്ക് എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാളെ നിങ്ങൾ മീറ്റ് ചെയ്യുകയോ അവരുടെ പ്രൊഫൈൽ നിങ്ങൾ ലിങ്ക്ഡിനിൽ കാണുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും ഈ ആളൊന്ന് കോൺടാക്ട് ചെയ്താലോ. ഫസ്റ്റ് തോട്ട് അങ്ങനെ വരിക. പിന്നെ നിങ്ങൾ ചിന്തിക്കും ഞാൻ എന്ത് പറയാനാ, എനിക്ക് അത്ര കോൺഫിഡൻസ് ഒന്നുമില്ല, മനസ്സിലായി. പിന്നെ അത് നമ്മുടെ മനസ്സാണ് പിന്നത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചില്ലെങ്കിൽ നമ്മുടെ ആ ഒരു സബ് കോൺഷ്യസ് ഇങ്ങനെ നമ്മൾ പറയുകയാണ് കംഫർട്ട് സോണിന് പുറത്ത് പോവല്ലേ എന്ന്, മനസ്സിലായില്ലേ. അതാണ് അങ്ങനത്തെ കുറച്ച് ചിന്തകൾ നമ്മൾ എക്സ്ക്യൂസസ് കണ്ടെത്തും അത് ചെയ്യാതിരിക്കാൻ. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ആദ്യം പെട്ടെന്ന് ചെയ്യണമെന്ന് തോന്നുന്നു, അത് നമ്മുടെ ഇൻറ്റ്യൂഷൻ. അതിനുശേഷം അത് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ വരുന്നത് നമ്മുടെ മനസ്സിൽ, അത് നമ്മുടെ ആൻസൈറ്റി. മനസ്സിലായിക്കോളൂ. അതും ഒരു ടിപ്പാണ് നിങ്ങളുടെ ആൻസൈറ്റിയും ഇൻറ്റ്യൂഷനും തിരിച്ചറിയാനായിട്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 3. നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിച്ചു. ഈ 2025 എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം എന്നൊരു ക്ലാരിറ്റി ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ റീഡിങ്ങിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായതിനും നിങ്ങൾ ഈ റീഡിംഗ് കേട്ടിരുന്നതിനും ഞാൻ നിങ്ങളോട് ഒരുപാട് നന്ദി പറയുന്നു. റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതുപോലെ പിൻഡ് കമൻസിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫസ്റ്റിൽ തന്നെ കാണാൻ പറ്റും, അതിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ടൈം സ്റ്റാമ്പ്സും കൊടുത്തിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പറിൽ ദയവ് ചെയ്ത് ഫോൺ വിളിക്കാതിരിക്കുക. ഓക്കെ, ഫോൺ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യില്ല, മെസ്സേജസ് മാത്രമേ സ്വീകരിക്കുള്ളൂ. അപ്പോഴാണ് എനിക്ക് ഒരേ സമയം ഇപ്പോൾ വെച്ചാൽ ഒരുപാട് പേര് ഇൻക്വയറി ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോൾ ചെയ്തിരുന്നാൽ എൻ്റെ റീഡിങ് സെഷൻസ് നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ മെസ്സേജസ് ചെയ്യുള്ളൂ എന്ന് പറയുന്നത്. നിങ്ങൾ മെസ്സേജ് അയച്ച് 24 മണിക്കൂറിന് ശേഷം നിങ്ങൾക്കൊരു റെസ്പോൺസ് വന്നില്ലെങ്കിൽ മാത്രം വീണ്ടും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 24 മണിക്കൂറിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടുന്നതാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ വിജയങ്ങൾ നിറഞ്ഞ, ഒരുപാട് നേട്ടങ്ങൾ നിറഞ്ഞ ഒരു 2025 നിങ്ങളെ കരിയറിനെ സംബന്ധിച്ച് ഞാൻ ആശംസിക്കുന്നു. മറ്റൊരു റീഡിങ്ങിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്